السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم إنا نعوذ بك أن نضل أو نضل أو نزل أو نزل أو نظلم أو نظلم أو نجهل أو يجهل علينا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം, എല്ലാ അടിസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ഈമാനാണ്. ഈമാനില്ലാതെ അല്ലാഹു ഒരാളിൽ നിന്നും അമലുകൾ സ്വീകരിക്കുകയില്ല. സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു. കാലം തന്നെയാണ് സത്യം, മനുഷ്യർ നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഇല്ലല്ലദീന ആമനു, മുഅ്മിനാവുക എന്നതാണ്. സൂറത്തുൽ ബഖറ നിങ്ങൾ എടുത്തു നോക്കൂ. ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഈമാനു വൽ അമലു സ്സാലിഹ്, വിശ്വാസവും സൽക്കർമ്മവും പ്രവർത്തിക്കേണ്ട, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യേണ്ട പ്രാധാന്യം അല്ലാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയത് കാണാം. ശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. ആരെങ്കിലും മൻ അമില സാലിഹൻ, സാലിഹായ ഒരു സൽക്കർമ്മം പ്രവർത്തിച്ചാൽ, മിൻ ദക്കറിൻ ഔ ഉൻസ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഒരു നിബന്ധനയുണ്ട്, വഹുവ മുഅ്മിൻ, മുഅ്മിനായിരിക്കണം, അവൻ ഈമാൻ ഉള്ളവനായിരിക്കണം. ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അങ്ങനെയുള്ളവർക്ക് നാം തയ്യിബത്തായ പരിശുദ്ധമായൊരു ജീവിതം നാം അവന് നൽകുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം ഏറ്റവും നല്ല രൂപത്തിൽ നാം അവർക്ക് നൽകുന്നതാണ്. നോക്കൂ, എന്താണ് അമലു സാലിഹാത്തുകൾ സ്വീകരിക്കാനുള്ള നിബന്ധന? വഹുവ മുഅ്മിൻ, മുഅ്മിനായിരിക്കണം. ശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹ വഹുവ മുഅ്മിൻ. ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചാൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ഒരു നിബന്ധനയുണ്ട്, അതെന്താണ്? വഹുവ മുഅ്മിൻ, മുഅ്മിനായിരിക്കണം. ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതാണ്. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിൽ പറയുന്നു, വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്സാലിഹാത്തി ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ. ആരെങ്കിലും അല്ലാഹുവിൻ്റെ അരികിൽ മുഅ്മിനായി വന്നെത്തിയാൽ, അവൻ അമലു സാലിഹാത്തുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉന്നതമായ പദവികൾ സ്വർഗത്തിൽ അവന് ലഭിക്കുന്നതാണ്. നോക്കൂ, എല്ലായിടത്തും ഈമാൻ അമലുകൾ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധനയായി അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലയിടത്തും വിശദീകരിച്ചു തന്നതുപോലെ 6 അടിത്തറകൾക്ക് മുകളിലാണ്. ഈമാൻ കാര്യങ്ങൾ എന്ന് നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്ന 6 കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സൂറത്തുൽ ബഖറയിൽ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യമുള്ളത്. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ നിങ്ങൾ എങ്ങോട്ട് മുഖം തിരിച്ചിട്ടും കാര്യമില്ല. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമലായികതിഹി വകുതുബിഹി വന്നബിയ്യീൻ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ
വൽ യതാമ വൽ മസാകീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതിലല്ല പുണ്യം, മറിച്ച് പുണ്യം എന്നാൽ എന്താണ്? മൻ ആമന ബില്ലാഹ്, അള്ളാഹുൽ വിശ്വസിക്കലാണ്, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കലാണ്, വമലായികതിഹി വകുതുബിഹി വന്നബിയ്യീൻ, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ അവൻ്റെ വേദഗ്രന്ഥങ്ങളിൽ നബിമാരിൽ വിശ്വസിക്കലാണ്. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിലിരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച കറുത്ത മുടിയിഴകളുള്ള യാത്രയുടെ ഒരു അടയാളവുമില്ലാത്ത, എന്നാൽ മദീനയിലെ സഹാബികൾക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ അങ്ങോട്ട് കയറി വന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അവിടത്തോട് ചോദിച്ചു, മുഹമ്മദ് അഖ്ബർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ ഇസ്ലാമു അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് വ തുഖീമ അസ്സലാ വ തുഅതിയ അസ്സകാ വ തസൂമ റമദാൻ വ തഹുജ്ജൽ ബൈത്ത് ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. ഇതെല്ലാം ഷഹാദത്ത് കലിമ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, തുഖീമ അസ്സലാ, നിസ്കാരം നേരെ നിലനിർത്തലാണ്, തുഅതിയ അസ്സകാ, സകാത്ത് നൽകലാണ്, വ തസൂമ റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പെടുക്കലാണ്, തഹുജ്ജൽ ബൈത്ത്, സാധിക്കുമെങ്കിൽ മക്കയിലുള്ള കഅബ അവിടേക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യലാണ്. ഈ ചോദ്യകർത്താവ് പറഞ്ഞു, സദഖ്ത്, പറഞ്ഞത് ശരിയാണ്. അഖ്ബർനി അനിൽ ഈമാൻ, എനിക്ക് ഈമാനിനെ കുറിച്ച് പറഞ്ഞു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈമാൻ എന്നാൽ നീ അള്ളാഹുൽ വിശ്വസിക്കലാണ്, മലക്കുകളിൽ വിശ്വസിക്കലാണ്, നബിമാരിൽ വിശ്വസിക്കലാണ്, കിതാബുകളിൽ വിശ്വസിക്കലാണ്, നബിമാരിൽ വിശ്വസിക്കലാണ്, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ വിധിയിലും അതിൻ്റെ നന്മയിലും തിന്മയിൽ വിശ്വസിക്കലാണ്. ഈ 6 കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വിവരിച്ചു തന്നിരിക്കുന്നു. 6 കാര്യങ്ങൾ. ഇതാണ് ഈമാനിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ, അല്ലെങ്കിൽ ദീനിലെ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യം എടുത്തു നോക്കിയാലും ഈ 6 കാര്യങ്ങളുമായി അതിന് ബന്ധമുണ്ടായിരിക്കും. ഈ 6 കാര്യങ്ങളുമായി ഇൻഷാ അല്ലാഹ്. ഇതിൽ ഒന്നാമത്തെ അടിത്തറ, 6 ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതാണ് എല്ലാ നന്മകളുടെയും അടിത്തറ. ഈമാൻ കാര്യങ്ങളുടെ അടിത്തറ അതാണ്, അസ്ലുൽ ഉസൂൽ, അടിത്തറകളുടെ അടിത്തറ അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അതിൽ നിന്നാണ് എല്ലാ നന്മകളും ഉടലെടുക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീനിനെ ഒരു വൃക്ഷത്തോട് ഉപമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന, ഏറ്റവും ഉറപ്പുള്ള, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എവിടെയാണെന്ന് പറയാവുന്ന വേര്, അതാണ് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. അത് തകർന്നാൽ മറ്റെല്ലാം തകർന്നു, അത് നേരെയായാൽ മറ്റുള്ളത് ശരിയാകും. അള്ളാഹുവിലുള്ള വിശ്വാസം. നമുക്ക് ഈമാൻ കാര്യങ്ങൾ എണ്ണുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? അൻ തുഅ്മിന ബില്ലാഹ് വ മലായികതിഹി, അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ നബിമാരിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ്, അള്ളാഹു നിശ്ചയിച്ച പരലോകത്തിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കലാണ്. ഒക്കെ ഈമാൻ കാര്യങ്ങൾ അവ നിലനിൽക്കുന്നത് അള്ളാഹുള്ള വിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഈമാൻ എന്നത് എടുത്തു പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹുള്ള വിശ്വാസം പറഞ്ഞു എന്ന് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും അള്ളാഹുള്ള വിശ്വാസവും പരലോകത്തുള്ള വിശ്വാസവുമാണ് പലയിടത്തും ആകെ പറഞ്ഞിട്ടുള്ളത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയുക്രിം ദൈഫഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നെങ്കിൽ അവൻ തൻ്റെ അതിഥി ആദരിക്കട്ടെ, അവൻ തൻ്റെ അയൽവാസി ആദരിക്കട്ടെ. അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതാണ് എല്ലാ അടിത്തറകളുടെയും അടിസ്ഥാനം. അതിലാണ് ഇസ്ലാം ദീൻ നിലകൊള്ളുന്നത്. ദീനിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിലേക്കാണ് ചേർന്ന് നിൽക്കുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബി വുജൂദില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന വിശ്വാസം, ആകാശഭൂമികളെ പഠിച്ചവനായ റബ്ബുണ്ട് എന്ന വിശ്വാസം. രണ്ടാമത്തെ കാര്യം അൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹ്, അള്ളാഹു മാത്രമാണ് ആകാശഭൂമികളുടെ റബ്ബായിട്ടുള്ളവൻ എന്ന വിശ്വാസം. നിനക്കുള്ള റബ്ബ്, നിൻ്റെ റബ്ബ്, സർവ്വലോകങ്ങളുടെയും റബ്ബ്, റബ്ബുൽ ആലമീൻ അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസം. മൂന്നാമത്തെ കാര്യം അൽ ഈമാനു ബി ഉലൂഹിയത്തില്ലാഹ്,
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലുള്ള വിശ്വാസം. അള്ളാഹു മാത്രമാണ് ഏക ഇലാഹ്, അവന് പുറമെ ഒരു ഇലാഹുമില്ല. അള്ളാഹുവിന് പുറമെ ഇലാഹായി ഏതെങ്കിലും ആരാധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അവ നിരർത്ഥകമാണ്. അതാണ് മൂന്നാമത്തെ കാര്യം, അള്ളാഹുള്ള വിശ്വാസം. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അൽ ഈമാനു ബി അസ്മാ ഇല്ലാഹി വസിഫാത്തിഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമങ്ങളായി എന്തെല്ലാം ഖുർആനിലും ഹദീസിലും അറിയിച്ചിട്ടുണ്ടോ, അതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി എന്തെല്ലാം ഖുർആനിലും ഹദീസിലും അറിയിച്ചിട്ടുണ്ടോ അവയിൽ വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും അതിൽ എങ്ങനെ വിശ്വസിച്ചു അതുപോലെ. ഈ 4 അടിത്തറകളും ഒരു മുസ്ലിമായ മനുഷ്യൻ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ്. ഇൻഷാ അള്ളാഹ് അതിൽ ആദ്യത്തെ കാര്യം ഇന്ന് വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹുള്ള വിശ്വാസത്തിൽ ഒന്നാമത്തെ അടിത്തറ ഏതാണ്? അൽ ഈമാനു ബി വുജൂദില്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം. ആകാശഭൂമികളെ പടച്ചവനായി, സർവ്വതും അറിയുന്നവനായി, സർവ്വതിനും കഴിവുള്ളവനായി, ഹക്കീമായ, അങ്ങേയറ്റം യുക്തിമാനായ, അങ്ങേയറ്റം അറിവുള്ളവനായ ഒരു സ്രഷ്ടാവ് ഈ കാണുന്ന പ്രപഞ്ചത്തിനെല്ലാം ഉണ്ട് എന്ന വിശ്വാസം. ആ വിശ്വാസം അള്ളാഹുള്ള വിശ്വാസത്തിൻ്റെ തുടക്കങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവെന്താണ്? പണ്ഡിതന്മാർ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചവരുണ്ട്, ധാരാളം തെളിവുകൾ രേഖപ്പെടുത്തിയവരുണ്ട്. ഈ തെളിവുകളെല്ലാം ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് 4 തെളിവുകളിലേക്ക് ചുരുക്കി പറയാൻ സാധിക്കും. അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവ് ധാരാളം തെളിവുകളുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കൈഫ യുഅസൽ ഇലാഹു വയുജ്ഹദു, എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ധിക്കരിക്കുക, എങ്ങനെയാണ് അവനെ നിഷേധിക്കുക? വഫീ കുല്ലി ഷൈഇൻ ആയ, എല്ലാ വസ്തുക്കളിലും തെളിവുണ്ട്. അല അന്നഹു അൽ വാഹിദുൽ മുത്തഫറിദു, അള്ളാഹുവാണ് ഏകനായ സൃഷ്ടാവ് എന്നതിന് ഓരോ വസ്തുക്കളിലും തെളിവുണ്ട്. അള്ളാഹു അവന് ഉണ്ട് എന്ന് അറിയിക്കുന്ന തെളിവുകൾ എണ്ണമില്ലാത്തതാണ്. അല്ല, അള്ളാഹുവാണ് തെളിവുകൾ നിശ്ചയിച്ചവൻ. ചില പണ്ഡിതന്മാർ പറഞ്ഞു എല്ലാ ദലീലുകളും ദലീലായത് അള്ളാഹു അതങ്ങനെ നിശ്ചയിച്ചത് കൊണ്ടാണ്, അവനാണ് അതിനെ പഠിച്ചത്. ഈ വസ്തുക്കൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് അറിയിക്കുന്നതാണ്. പക്ഷേ ഈ തെളിവുകളെ പ്രധാനമായും 4ആയി തിരിക്കാം. ഒന്നാമത്തേത് ദലീലുൽ അഖൽ, മനുഷ്യൻ്റെ ബുദ്ധിയാണ്. 2 ദലീലു അൽ ഹിസ്, ഹിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അനുഭവങ്ങൾ. 3 ദലീലു അൽ ഫിത്ര, മനുഷ്യൻ്റെ ശുദ്ധമായ പ്രകൃതി, അവൻ ഏതിലാണോ പടക്കപ്പെട്ടിരിക്കുന്ന ആ പ്രകൃതം, മനുഷ്യൻ്റെ പ്രകൃതം അതിന് തെളിവാണ്. 4 ദലീലു അശ്ശറ, അള്ളാഹുവിൻ്റെ ദീൻ അതിനുള്ള തെളിവാണ്. 4 കാര്യങ്ങൾ: ദൽ അഖൽ, ദൽ ഹിസ്, അതുപോലെ ദലീലു അൽ ഫിത്രത്തി ദലീലു ശറ. ഒന്നാമത്തേത് അഖ്ലാണ്, മനുഷ്യൻ്റെ ബുദ്ധിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വേർതിരിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന്, മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് ബുദ്ധിയാണ്. മനുഷ്യൻ്റെ കേവല ബുദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് അറിയിക്കുന്നതാണ്. കേവല ബുദ്ധി. ആ കേവല ബുദ്ധി ഒരാൾക്ക് എപ്പോൾ മുതൽ ലഭിക്കുന്നുണ്ട്? അവൻ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ അവന് ലഭിക്കുന്ന ബുദ്ധിയാണത്. വലിയ പ്രായം ഉണ്ടായില്ല. അത് യൂണിവേഴ്സിറ്റികളിലോ ഒന്നും പോകേണ്ടതില്ല. മന്തിഖിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അൽമുൽ കലാമിൻ്റെ ഫിലോസഫിയുടെ ആളുകൾ അതിന് പ്രത്യേക പേരും മറ്റുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരൊന്നും അറിയാതെ തന്നെ ഒരു കുട്ടിക്ക് വരെ അറിയുന്ന തെളിവാണത്. എന്താണ് ആ തെളിവ്? ഒരു കാര്യം സംഭവിക്കണമോ അതിനൊരു കാരണമുണ്ടായിരിക്കണം. ഒരു കാര്യം ഉണ്ടാകണമോ അത് ഉണ്ടാക്കിയ ഒരാളുണ്ടായിരിക്കണം. ഇത് കുട്ടികൾക്ക് വരെ അറിയാം. കുട്ടികൾക്ക് വരെ ഇത് അറിയാമെന്ന് തെളിവെന്താണ്? നിങ്ങൾ കുട്ടിയുടെ പുറകിൽ നിന്നിട്ട് ശബ്ദം ഉണ്ടാക്കി നോക്കും, കൈയടിച്ച് നോക്കും. ഏതെങ്കിലും ആളുകൾ ആ കുട്ടീനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോനെ ഒരു ശബ്ദമുണ്ടായാൽ അവിടെ ശബ്ദമുണ്ടാക്കുന്ന ഒരാളുണ്ടായിരിക്കും, അതുകൊണ്ട് നീ അവിടെ തിരിഞ്ഞു നോക്കണമെന്ന് ആ കുട്ടിയോട് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കുട്ടിക്കറിയാം ഒരു ശബ്ദം വെറുതെ ഇരിക്കുന്നൊരു സ്ഥലത്ത് ഒരു ശബ്ദം പൊടുന്നനെ ഉണ്ടാവുകയില്ല. അത് ഉണ്ടാകണമെങ്കിൽ ഇത് ആരോ ഉണ്ടാക്കണം എന്നാൽ കുട്ടിക്കറിയാം. അതുകൊണ്ട് കുട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? കുട്ടി ജീവിക്കാൻ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. നമുക്കൊരു ചെറിയ കുട്ടിക്കുള്ള ബുദ്ധിയാണത്. അതാണ് കേവല ബുദ്ധി എന്ന് പറയുന്നത്. അത് ബുദ്ധിയുടെ തുടക്കത്തിൽപ്പെട്ടതാണത്.
അത് ഉണ്ടാകണമെങ്കിൽ ഒരാൾക്ക് പ്രായമുണ്ടാകണമെന്നില്ല. ചെറിയ കുട്ടിയാൽ മതി. മേലെ ഒരു ശബ്ദം കേട്ടു, നിങ്ങളെല്ലാവരും മനസ്സിലാക്കും, മേലെ ഒന്നല്ലെങ്കിൽ ഒരാൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താത്തു കൊണ്ടിട്ടുണ്ട്. എല്ലാവരും ഇത് മനസ്സിലാക്കും. എന്തൊരു വസ്തു നോക്കൂ, എത്ര നിസ്സാരമായ വസ്തുവാണിത്. ഒരു പേപ്പറിൻ്റെ കപ്പാണിത്. ഈ ഒരു കപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഇതുണ്ടാക്കിയൊരു കമ്പനിയുണ്ട്, ഇതിവിടെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, ഇത് സ്വയം നടന്നു വിടത്തില്ല, ഇതേതോ കമ്പനി ഉണ്ടാക്കിയതാണ്, ഇതിന് പൈസയുണ്ട്, ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് റോ മെറ്റീരിയലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും സാധനം ഈ കമ്പനി ഏതാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾ കണ്ടിട്ടോ? ഇല്ല. ഇതാരുണ്ടാക്കി നിങ്ങൾ കണ്ടോ? ഇല്ല. എത്ര നിസ്സാരമായ സൃഷ്ടിപ്പാണ് ഈ ഒരു പേപ്പറിൻ്റെ കപ്പ്. യാതൊരു കോംപ്ലിക്കേഷനും ഇതിലില്ല, യാതൊരു സങ്കീർണതകളുമില്ല. കുടിക്കാനൊരു വെള്ളമുള്ള കപ്പ്, പേപ്പറിൻ്റെ. ഒരു മനുഷ്യൻ പറയണം ഈ കപ്പെല്ലാം വെറുതെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഏതൊരാൾ പോലും നിങ്ങൾക്ക് തലക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ പറഞ്ഞു മനുഷ്യരുണ്ടായി, പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും ഉണ്ടായി. ഇതുണ്ടാകാൻ എന്താ ഇത്ര അത്ഭുതം? ഇതിനൊരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ല. കാരണം മനുഷ്യരുണ്ടാകാൻ അനിവാര്യമായും വേണ്ട എല്ലാ കെമിക്കൽസും ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇതെല്ലാം കൂടി മിക്സായ ഒരു മനുഷ്യരുണ്ടായ പോരെ? ഇതെല്ലാം കൂടി മിക്സായ ഒരു മരമുണ്ടായിക്കൂടെ? ഇതെല്ലാം കൂടി മിക്സായ ഒരു വെള്ളമുണ്ടായിക്കൂടെ? നോക്കൂ, ശരി, ഏതെങ്കിലും ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും ഒരു കാട്ടിൽ പോകുന്നിരിക്കുക, ഒരു കാട്ടിൽ പോയി, ആ കാട്ടിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ അതാ ഒരു മരം കൊണ്ടുണ്ടാക്കിയ വീട്. എല്ലാ റോ മെറ്റീരിയലും കാട്ടിലുണ്ട്. മരമുണ്ട്, കയറുണ്ടാക്കാനുള്ള മറ്റേ സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരാൾ പറയുമോ ഇത്രയും മരമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഒരു മരം കൊണ്ടൊരു വീടുണ്ടായാലെന്താ എന്ന് ഏതെങ്കിലും ഒരാൾ പറയുമോ? ഇല്ല. ഒരു മനുഷ്യനത് പറയില്ല. എന്തുകൊണ്ട്? ആൾക്കറിയാം, പറയുമ്പോൾ വളരെ നിസ്സാരമായൊരു പടപ്പാണത്. മനുഷ്യൻ്റെ സങ്കീർണതകളും ഒരു കാട്ടിലുണ്ടാക്കി വെക്കുന്ന ഒരു കുടിലും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഒരാൾ പോലും പറയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഉദാഹരണമായി അവർ പറഞ്ഞു, ഒരാൾ ഒരു കാട്ടിൽ പോയി, അവിടെ ചെന്നപ്പോൾ അതാ കാട്ടിൻ്റെ നടുവിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം, വേവിച്ച ചോറുണ്ട്, ഇറച്ചിക്കറിയുണ്ട്, കുടിക്കാൻ വേറെ ഭക്ഷണമുണ്ട്. ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ എന്തുകൊണ്ടുണ്ടായിക്കൂടാ, ഇവിടെ ധാന്യങ്ങൾ ഉണ്ടായിക്കൂടെ, അത് വെള്ളത്തിൽ അങ്ങനെ വീണ് കുറച്ച് നേരം വെള്ളത്തിലിരുന്നാൽ വെന്ത് പതുക്കെ ഒരു കാറ്റടിച്ച് ഒരു പാത്രത്തിൽ വന്ന് വീണ് ഒരു പാത്രത്തിൻ്റെ മേൽ ചോറായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഏതോ ഒരു ആന ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെ ആനയുടെ മാംസം എവിടെ ഒരു ചട്ടിയിലോ മറ്റോ വീണിട്ടുണ്ടായിരിക്കാം, എന്നിട്ട് അത് വെന്തിട്ടുണ്ടാവാം, അത് ആരെങ്കിലും ഇവിടെ കൊടുത്തു വെച്ചതായിക്കൂടെ. സാധ്യതകൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? നിങ്ങൾ കാണുന്നില്ലേ ഈ പുരാവസ്തു ഗവേഷണം നടത്തുന്ന ആളുകൾ അല്ലേ, അവർ ഓരോ പാറയുടെയും അതുപോലെ തന്നെ കല്ലിൻ്റെയും മുകളിൽ നമുക്ക് പലപ്പോഴും കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ കോറിയിട്ടത് എന്ന് തോന്നിച്ചേക്കാവുന്ന വരകളും കുറികളുമാണ് അതിലുള്ളത്. ഒരു കുട്ടി വെറുതെ ചിലപ്പോൾ കോറിയിട്ടതായിരിക്കാം എന്ന് നമുക്ക് കണ്ടാൽ ചിലപ്പോൾ തോന്നിയേക്കുന്ന കാര്യങ്ങളാണത്. ഏതെങ്കിലും പുരാവസ്തു ഗവേഷകൻ ഇത് കണ്ടിട്ട് ഏതെങ്കിലും കുട്ടികളെപ്പോഴെങ്കിലും കോറിയിട്ടതായിരിക്കും എന്ന് പറഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പോകുന്നില്ല? മനുഷ്യനറിയാം, വളരെ നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും അതുണ്ടാകണമെങ്കിൽ അതിന് പിറകിൽ ഒരാളുണ്ടായിരിക്കണം. അത് നിഷേധിക്കുക വളരെ മുഖാബിറായ അങ്ങേയറ്റം കിബർ നിറഞ്ഞ അഹങ്കാരികൾക്കെല്ലാം അത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ, അവർ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ? അങ്ങ് വെറുതെ ഉണ്ടായതാണോ ശൂന്യതയിൽ നിന്ന്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. വെറുതെ ഒരു ശൂന്യമായ കാര്യം, ഒന്നുമില്ലായിരുന്നു, പെട്ടെന്ന് അങ്ങുണ്ടായതാണോ നിങ്ങൾ? ഒരാൾ തീരുമാനിക്കാതെ, ആരും നിശ്ചയിക്കാതെ. രസകരമായ കാര്യം എന്താണെന്നറിയുമോ? ഈ കാലഘട്ടത്തിലെ നിരീശ്വരവാദികൾ അവർ പറഞ്ഞു അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു
ഒരു വസ്തുവും ചേർന്നാൽ മറ്റൊരു വസ്തു ഉണ്ടാകും അല്ലേ? നിങ്ങൾക്കറിയാം കെമിസ്ട്രിയിൽ അല്ലേ? ഒരു കെമിക്കൽ മറ്റൊരു കെമിക്കലോട് ചേർത്ത് വേറെ കെമിക്കലാകും. അപ്പോൾ അവർ പറഞ്ഞു കാലങ്ങൾ പിറകിലേക്ക് പോയാൽ ശൂന്യതയാണ്. അപ്പം 2 ശൂന്യത ഉണ്ടായാൽ ഇങ്ങനെ 2 ശൂന്യത ഒരു വസ്തുവാകും. 2 ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ വലിയ ബുദ്ധിമാന്മാരെന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞ ന്യായമാണിത്. അവർ പറഞ്ഞു ഒരു ശൂന്യത മറ്റൊരു ശൂന്യത, ഇത് 2 ശൂന്യത ശൂന്യതയാണ്. ഇതെങ്ങനെ ഒന്നുമില്ലാത്ത സാധനം എങ്ങനെയാണ് മറ്റൊന്നിലേക്ക് ഒന്നുമില്ലായ്മ എന്നതാണ് അതിൻ്റെ ഗുണമെന്നിരിക്കും. ഇത് 2 ഇങ്ങനെ കൂടിച്ചേരും. 2 ഇല്ല എന്നല്ലേ പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിലെ നിരീശ്വരവാദികൾ പൊക്കി പിടിച്ച് നടക്കുന്ന ആളുകൾ ചിലർ പറഞ്ഞതാണ്. വേറെ ചിലർ പറഞ്ഞു പിന്നെ ഒരു ബോക്സിൽ കുറേ അക്ഷരങ്ങൾ ഉള്ള പിന്നെ കട്ടകൾ ഉള്ളിലിട്ടിട്ട് അതിങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്നാൽ എണ്ണമില്ലാത്തത്ര തവണ കുലുക്കിയാൽ അത് നിരീശ്വരവാദികൾ പറഞ്ഞതാണ്. ചില ആൾക്കാർ മുസറിലുണ്ടായിരുന്ന നിരീശ്വരവാദി അയാൾ പറഞ്ഞു എണ്ണമില്ലാത്ത തവണ ഇത് കുലുക്കിക്കൊണ്ടിരുന്നാൽ ഏതെങ്കിലും ഒരു തവണ അതിൽ നിന്നൊരു കവിത ഉണ്ടാകും. ഏതെങ്കിലും ഒരു തവണ. പക്ഷെ അപ്പോഴും പ്രശ്നം ബാക്കിയാണ്. കട്ട അവിടെ ആര് കൊണ്ടുവച്ചു? ബോക്സ് എവിടെ നിന്നുണ്ടായി? ഇത് കുലുക്കിയതാരാണ്? അപ്പോഴിത് 3 സംഭവിക്കണ്ടേ? ഈ കാണുന്ന പ്രപഞ്ചം ഇതെങ്ങനെ ഉണ്ടായി? അള്ളാഹുവിൻ്റെ ചോദ്യം അം ഖുലിഖു മിൻ ഗൈരി ഷൈ, അവർ ശൂന്യതയിൽ നിന്നങ്ങ് പടക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല ഇനി അവർ തന്നെയാണോ അവരെ പഠിച്ചത്? അത് അതിനേക്കാൾ ബാത്തലാണ്. അം ഖലഖുസ് സമാവാതി വൽ അർദ്, അതല്ല അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? അതല്ല യൂഖിനൂൻ, എന്നാൽ അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരല്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തെളിവ് വളരെ നിസ്സാരമായ ബുദ്ധിയാണിത് എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ധാരാളം ആളുകൾ ഈ പറഞ്ഞ ഈ ബുദ്ധിയുടെ തെളിവ് ധാരാളം ആളുകൾ സാധാരണക്കാർ വരെ പറഞ്ഞ ഉത്തരങ്ങളുണ്ട്. ഒരു അറാബിയോട് ഒരിക്കൽ ആളുകൾ ചോദിച്ചു ബിമ അറഫ്ത റബ്ബക്, ഇബ്നു കസീർ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. ബിമ അറഫ്ത റബ്ബക്, നിനക്ക് എങ്ങനെ മനസ്സിലായത് അള്ളാഹു ഉണ്ട് എന്ന്? അറാബി, ഗ്രാമീണനായ ഒരു അറബി, ഒട്ടകങ്ങളെ മേയ്ക്കാനല്ലാതെ അയാൾ കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞു അൽ ബഅറതു തദുല്ലു അലൽ ബഈർ വറൗസു യദുല്ലു അലൽ ഹമീർ. മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ നിസ്സാരമായ ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഒട്ടകം ഇവിടെ ഉണ്ടായിരുന്നു. കഴുതയുടെ കാഷ്ടം കണ്ടാൽ എനിക്ക് മനസ്സിലാവും കഴുത ഇവിടെ കൂടെ നടന്നു പോയിട്ടുണ്ട്. വെറുതെ അതുണ്ടാവില്ല എന്ന് എനിക്കറിയാം. വഅസറുൽ അഖ്ദാമി തദുല്ലു അലൽ മസീർ, ഒരു മനുഷ്യൻ നടന്നുപോയ വഴികൾക്കുള്ള അടയാളമാണ് അയാളുടെ കാലടിപ്പാടുകൾ. فسماء ذات أبراج وأرض ذات فجاج وبحار ذات أمواج ألا يدل ذلك على وجود اللطيف الخبير. തിരമാലകളുള്ള കടലും വിഭിന്നങ്ങളായ വടികളുള്ള ഭൂമിയും ഗോളങ്ങളും നക്ഷത്രമണ്ഡലങ്ങളുമുള്ള ആകാശവും അലാ യദുല്ലു അലൽ ഖബീർ ലത്തീഫ്, സൂക്ഷ്മമായി ഇതിനെല്ലാം പഠിച്ച ഒരുവനുണ്ട് എന്ന് അറിയിക്കുന്നില്ല. എത്ര ചോദ്യം, നിസ്സാരമായ ചോദ്യം. ഇത് വിശദീകരിക്കുന്നതാണ് ചില സമയത്ത് പ്രയാസം. ആളുകൾ പറയും താരീഫുൽ മഅറൂഫി മിനൽ മുഷ്കിലാത്ത്, എല്ലാവർക്കും അറിയുന്ന കാര്യം വിശദീകരിക്കുക എന്നത് വളരെ പ്രയാസമുള്ളതാണ്. കാരണം അതാണ് പ്രയാസം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറയപ്പെട്ടതായി കാണാം. ഇത് ചില ആളുകൾ ഇത് ഉദ്ധരിച്ചതാണ്. ഇമാം മാലിക്കിലേക്ക് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നതിനേക്കാൾ ആ പറഞ്ഞ പാഠത്തിൽ അതിലൊരു ആ സംഭവത്തിലൊരു പാഠമുണ്ട്. അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു അള്ളാഹുണ്ട് എന്നെങ്ങനെയാണ് മനസ്സിലായത്? അദ്ദേഹം പറഞ്ഞു ബിഖിലാഫിൽ അസ്വാതി വന്നഗമാത്ത്, ശബ്ദങ്ങൾ അതുപോലെ തന്നെ ആളുകളുടെ സംസാരത്തിലുള്ള ശബ്ദത്തിലും ഈണത്തിലുമുള്ള വ്യത്യാസം എല്ലാവർക്കും ഏതാണ്ട് ഒരേപോലെ തന്നെ ആവാണ്. പക്ഷേ എല്ലാവരുടെയും ശബ്ദം വ്യത്യസ്തമാണ്. എല്ലായിടത്തും ഒരേപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഇത്തരം മനുഷ്യന്മാരെ നമ്മൾ കണ്ടില്ലേ? ഏതെങ്കിലും മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഇത്രയധികം മനുഷ്യന്മാരെ കണ്ടതിന് ശേഷം എൻ്റെ നിൻ്റെ ശബ്ദം ഒരേപോലെ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത്തരം മനുഷ്യന്മാർ ഇത്രയും വ്യത്യസ്തമായ ശബ്ദം, ഈ വ്യത്യാസമുണ്ടാകുന്ന ഈ നാവും ഈ തൊണ്ടയും വെച്ചിട്ടാണ്. അള്ളാഹുണ്ട് എന്നുള്ള അടയാളങ്ങളിൽ അദ്ദേഹം എണ്ണിയ കാര്യമാണത്. അതുപോലെ തന്നെ
അഷ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടതായി പറയപ്പെടുന്ന സംഭവത്തിൽ അദ്ദേഹം പറഞ്ഞത്രേ, അദ്ദേഹം പറഞ്ഞു തൂത്ത് ഒരു മരമാണ്, അതിൻ്റെ ഇല അത് പട്ടുനൂൽപ്പുഴു ഭക്ഷിക്കുന്നു. പട്ടുനൂൽപ്പുഴു അത് ഭക്ഷിച്ചാൽ അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് എന്താ? പട്ടുനൂലാണ്. കസ്തൂരിമാൻ അത് ഭക്ഷിക്കുന്നു, അതിൻ്റെ വയറ്റിലുണ്ടാകുന്നത് കസ്തൂരിയാണ്. ഒരേ സാധനം അതൊക്കെ കഴിക്കുന്നത്. തേനീച്ച കഴിക്കുന്നു, അല്ലെങ്കിൽ തേനീച്ച അതിൻ്റെ അടുത്ത് വരുന്നു, അതിൻ്റെ വയറ്റിലുണ്ടാകുന്നത് തേനാണ്. ആടത് കഴിക്കുന്നു, അതിൻ്റെ വയറ്റിൽ നിന്ന് കാഷ്ടമാണ്. പശു കഴിക്കുന്നു, ചാണകമാണ്. ഒരേ സാധനമാണ്, ഒരേ വെള്ളമാണ് വൃക്ഷങ്ങൾ കൊഴിക്കുന്നത്. എത്ര വ്യത്യാസമുണ്ട് അതിൻ്റെ ഫലങ്ങളിൽ, അതിൻ്റെ രൂപത്തിൽ. ഒരേ വെള്ളമാണ്, ഒരേ മണ്ണാണ്, ഒരേ ഭൂമിയാണ്. എവിടെ നിന്നാണ് ഇതുണ്ടാകുന്നത്? എങ്ങനെയാണ് ഇത് ഈ രൂപത്തിൽ സംവിധാനിക്കപ്പെട്ടത്? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു അത്ഭുതകരമായ കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വാതിലുകളില്ലാത്ത കോട്ട കണ്ടു. ആ കോട്ടയുടെ ഉൾഭാഗത്തിൽ പിന്നെ വളരെ നേർത്ത വെള്ളിയുടെ ചാലുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് മഞ്ഞ നിറത്തിൽ സ്വർണത്തിൻ്റെ നിറമുള്ള മറ്റൊരു ചാലുമുണ്ട്. ഒരു കോട്ട, ആ കോട്ടയ്ക്ക് വാതിലില്ല. അങ്ങനെ ഒരു ദിവസം അതാ ആ വാതിലില്ലാത്ത കോട്ടയിൽ നിന്ന് അത് തുറന്ന് അത് പൊട്ടിച്ച് പുറത്തേക്ക് കൈയും കാലുമുള്ള കേൾവിയും കാഴ്ചയുമുള്ള ഒരു ജീവി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആളുകൾ അത്ഭുതകരമാണ്. ഇതേപോലെ കോഴിമുട്ടയാണത്. കോഴിമുട്ട അതിന് ഒരു വാതിലുമില്ല, അത് മുഴുവൻ ക്ലോസ് ചെയ്ത രൂപത്തിലാണ് അതിൻ്റെ ഉള്ളിൽ. പക്ഷേ അതിൽ നിന്ന് കുറച്ച് ദിവസം അതൊരു ചൂടത്ത് വെച്ചാൽ അത്ഭുതകരമൊരു ജീവി അത് പുറത്തു വരുന്നു. മനുഷ്യനുണ്ടാക്കാൻ സാധിക്കുമോ ഇത്? സുബ്ഹാനല്ലാഹ്. ഇത്രയെല്ലാം കണ്ടിട്ടും ഒരാൾ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുക എന്നത് അത്ഭുതകരമാണ്. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങൾ പലതവണ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അരികിൽ ഇന്ത്യക്കാരായ ചില ആളുകൾ, അവർ അള്ളാഹുവിനെ നിഷേധിച്ചിരുന്നവരായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുമായി തർക്കിക്കാൻ ഉദ്ദേശിക്കും. ഞങ്ങളുടെ തർക്കം അള്ളാഹുണ്ടോ ഇല്ല എന്ന വിഷയത്തിലാണ്. അബൂ ഹനീഫ പറഞ്ഞു, എങ്കിൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്നോടൊരാൾ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ്. എന്താണ് ആ കാര്യം? അദ്ദേഹം പറഞ്ഞു, ഒരു നദി, അവിടെ അതാ ഒരു കപ്പൽ. ആ കപ്പൽ ഉണ്ടാകുന്നത് എവിടെ നിന്നെല്ലാമോ വന്ന കുറച്ച് മരത്തടികൾ കൊണ്ടാണ്. ആരുണ്ടാക്കുന്നില്ല, സ്വയം ഉണ്ടാവാൻ. ആ കപ്പൽ ചങ്ങാടം അത് ആണി തറക്കുന്നു, എല്ലാം ഉണ്ടാകും. എന്നിട്ടത് ഒഴുക്കിനെതിരെ നീന്തുന്നു. അങ്ങനെ ഒരു കപ്പലിനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞിരിക്കുന്നു. ആൾക്കാർ ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ പറയുന്നത്. അവർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഇവരെ കറാമത്ത് കഥ പറയാമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഒരു കപ്പൽ ഒഴുക്കിനെതിരെ നീന്തുന്നത് നിങ്ങൾക്ക് അത്ഭുതകരമായി തോന്നുന്നു. ഈ പ്രപഞ്ചം ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നത്, അസ്തമിക്കുന്നത്, രാപ്പകലുകൾ മാറി മാറി വരുന്നത്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നില്ല. ആയാത്ത്, ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അവതരിച്ച ദിവസത്തിൽ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കാരത്തിൽ ഈ ആയത്തുകൾ മാത്രം ആവർത്തിച്ചു പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് അവിടുന്ന് കരയാൻ തുടങ്ങി നിസ്കാരത്തിൽ. അവിടെ നിന്ന് കരഞ്ഞ് അവിടുത്തെ താടിരോമങ്ങൾ നനഞ്ഞ് നിസ്കരിക്കുന്ന ഇടം, അവിടുന്ന് നിസ്കരിക്കുന്ന ഭാഗം, അവിടുത്തെ കണ്ണുനീർ കൊണ്ട് നനഞ്ഞു. അങ്ങനെ ബിലാൽ ഇബ്നു റബാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുബ്ഹ് നിസ്കാരത്തിന് സമയമായി എന്ന് അറിയിക്കാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖദ് ഉൻസിലത അലയ്യ അല്ലൈലത ആയ, എൻ്റെ മേൽ ഈ രാത്രിയിൽ ഒരായത്ത് അവതരിച്ചിരിക്കുന്നു. വൈലുൽ ലിമൻ സമിഅഹ വലം യതദബ്ബർ ഫീഹ,
ആയത്ത് കേട്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശം. ഈ ആയത്തിരുന്നത് അലമുറാനിലെ ആയത്ത്. അപ്പോൾ ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് അറിയിക്കുന്ന തെളിവുകളിൽപ്പെട്ടതാണ്. പ്രപഞ്ചം, എന്തിനു പ്രപഞ്ചം ഉണ്ടാകണം? സ്വന്തം മനുഷ്യൻ, സ്വന്തം ശരീരം തന്നെ, അവനൊരു ശരീരം നോക്കൂ നിങ്ങൾ. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. മനുഷ്യ, ഇത്രയധികം നന്മകൾ ചെയ്യുന്ന നിൻ്റെ റബ്ബ്, എങ്ങനെയാണ് അവൻ്റെ കാര്യത്തിൽ നീ വഞ്ചിതനായത്? അല്ലദീ ഖലഖക, അവൻ നിന്നെ പടച്ചു എന്ന് മാത്രമാണോ? അല്ല, ഫസവ്വാക, നേരെയാക്കി. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ജീവികളുടെ എല്ലാം തല അള്ളാഹു ഭൂമിയിലേക്കാക്കിയിട്ടാണ് വെച്ചത്. മനുഷ്യൻ്റെ തല അള്ളാഹു ഉയർത്തിപ്പിടിപ്പിച്ചിരിക്കുന്നു. തല ഉയർത്തിയാണ് നടക്കുന്നത്. അള്ളാഹു മനുഷ്യന് ചെയ്ത ഇക്റാമിൽപ്പെട്ടത്, ആദരവിൽപ്പെട്ടതാണ്. കണ്ട ജീവികളൊക്കെ തലയും താത്തി മണ്ണിലേക്ക് താത്തിക്കൊണ്ട് നടക്കുന്നു. അള്ളാഹു മനുഷ്യൻ്റെ തല ഉയർത്തി വെച്ചിരിക്കുന്നു. അവന് കൊടുത്ത ആദരവ് നോക്കുന്നു. അവനേക്കാൾ വലിയ ആനയെ അവൻ നിയന്ത്രിക്കാൻ, സിംഹത്തെ അവൻ കൂട്ടിലടക്കാൻ. ഇത്രയധികം സിംഹങ്ങളെ കൂട്ടിലടച്ചിട്ട് ഏതെങ്കിലും, ഈ പരിണാമം പറയുന്ന ആൾക്കാർ, ഏതെങ്കിലും സിംഹങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിച്ച് നമുക്കൊരു മനുഷ്യനെ എപ്പോഴെങ്കിലും കൂട്ടിലാക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് മനുഷ്യനെ പഠിച്ചത്? ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. എത്ര മനോഹരമായ രൂപത്തിലാണ് അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിന്ന് അവൻ ക്രമപ്പെടുത്തിയിരിക്കുന്നത്, രൂപപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിച്ചതിൽ വലിയ അത്ഭുതമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മനുഷ്യർ പൊതുവെ അപരിചിതമായ കാര്യങ്ങളിൽ അത്ഭുതം കാണിക്കും. നിങ്ങൾ സൂല് പോയാൽ എന്താ അവസ്ഥ? ഇന്നുവരെ കാണാത്ത ജീവികളെ നോക്കി ആൾക്കാർ അത്ഭുതത്തോട് നോക്കി, ഇതിൻ്റെ നിറം എന്താ ഇങ്ങനെ, ഇതിൻ്റെ കോലം എന്താ, ഇതെങ്ങനെ നടക്കുന്നത്, ഇതിൻ്റെ രൂപം എന്താണ് ഇങ്ങനെ. അത്ഭുതത്തിലാണ് ആളുകൾ മൃഗങ്ങളെ വീക്ഷിക്കുന്നത്. അവർ പറഞ്ഞു, യഥാർത്ഥത്തിൽ അവൻ അത്ഭുതപ്പെടുകയായിരുന്നെങ്കിൽ നോക്കുന്ന അവൻ്റെ ശരീരത്തിലാണ് അത്ഭുതമുള്ളത്. കാരണം ഇവരെയൊക്കെ പഠിച്ചതിനേക്കാൾ അത്ഭുതകരമാണ് മനുഷ്യനെ പഠിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ വലിയ അത്ഭുതമുണ്ട്. ഉലമാക്കൾ ചിലർ പറഞ്ഞതായി കാണാം, പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലുള്ള ഈ അടയാളങ്ങളെ വേണമെങ്കിൽ 4 വിവരിക്കാം. ഒന്ന്, അവർ പറഞ്ഞു ദലാലത്തുൽ ഇഖ്തിറാ, ശൂന്യതയിൽ നിന്ന് അല്ലാഹുവിനെ പഠിച്ചിരിക്കുന്നു എന്നത്. അതും ഒരു തെളിവാണ്. നമ്മൾ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ, മനുഷ്യനൊരു കാലം വന്നിട്ടില്ല, ഒന്നുമാകാതിരുന്നൊരു കാലം, അവൻ പറയപ്പെടാവുന്ന ഒന്നുമേ ആയിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതായി നിങ്ങൾ മനസ്സിലേക്ക് ചേർത്ത് വെക്കുന്ന നിങ്ങളുടെ മക്കൾ, ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം ഖലാസ്, അങ്ങനെ ഒരാളേ ഇല്ല, അങ്ങനെ ഒരു വ്യക്തിയേ ഇല്ല. എന്താണ് ആ കുട്ടിയുടെ രൂപം, എന്താണ് കുട്ടിയുടെ മുഖം, ഒന്നും അങ്ങനെ ഒരാളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. കുട്ടി ഭാര്യ ഗർഭിണി കൂടി ആവുന്നതിന് മുൻപ് അങ്ങനെ ഒരു വ്യക്തിത്വം എന്നത് ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ലം യകുൻ ശൈഅൻ മദ്കൂറ, ദിക്ർ ചെയ്യപ്പെടാവുന്ന, പറയപ്പെടാവുന്ന, സ്മരിക്കപ്പെടാവുന്ന ഒന്നുമായിരുന്നില്ല. പിന്നെയാണ് ഉണ്ടായത്. പിന്നെ ഇങ്ങനൊരു വ്യക്തിയായി. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നോക്കൂ, വേദനകൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, വികാരങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ചു എന്നത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി എന്നത്, അത് തന്നെ റബ്ബുണ്ട് എന്നതിനുള്ള തെളിവാണ്. കാരണം ഉണ്ടായി എന്നുള്ളത് ഉണ്ടാക്കിയ ഒരാളുടെ തന്നെ തെളിവാണ്. നേരത്തെ പറഞ്ഞ പോലെ, കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് ഇത് നിഷേധിക്കാൻ നിരീശ്വരവാദിക്ക് സാധിക്കുകയില്ല. ഒരാൾക്ക് കഴിയില്ല, വെറുതെ പറയാന്നല്ലാതെ. ഏതെങ്കിലും ഒരു നിരീശ്വരവാദി നടന്നു പോകുമ്പോൾ, രാത്രി അങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ ബാക്കിൽ നിന്ന് ഒച്ച കേട്ടു, ഏതെങ്കിലും ഒരാൾ, ഇവൻ്റെ ഈ പറയുന്ന ആളുകളുടെ വാദം ശരിയായിരുന്നെങ്കിൽ എന്താകണമായിരുന്നു? അവനെങ്ങനെ പോകണ്ടേ? സൗണ്ട്. ഈ കണ്ട പ്രപഞ്ചം വെറുതെ ഉണ്ടായി, ഒരു സൗണ്ട് അങ്ങ് വെറുതെ ഉണ്ടായാലും എന്താ എന്നല്ലേ ചിന്തിക്കേണ്ടത്? അങ്ങനെ ആയിരുന്നില്ലേ ചിന്തിക്കേണ്ടത്? കാരണം ഇതെല്ലാം യാദൃശ്ചികമായി ഉണ്ടായതാണെങ്കിൽ പിന്നെ എന്താ യാദൃശ്ചികത കൊണ്ടുണ്ടാവാത്തത്? എന്തുണ്ടായിക്കൂടെ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു കൊട്ടാരുണ്ടാവാം, പെട്ടെന്നൊരു കുഴി ഉണ്ടാവാം. അങ്ങനെയാണോ ഇവിടെ ഉള്ളത്? അതുകൊണ്ടാണ് പറഞ്ഞത്, മുസ്ലിങ്ങളല്ലാത്ത ചിലരാണെങ്കിൽ പോലും ആ പറഞ്ഞത് ഹക്കാണ്. അവർ പറഞ്ഞു, ശാസ്ത്രം നിലനിൽക്കുന്നത് പോലും അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ്. എങ്ങനെയത്? അവർ പറഞ്ഞു, ശാസ്ത്രം അതിൻ്റെ ചർച്ചകൾ മുഴുവൻ എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള സംവിധാനത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരാൾ തെന്നി വീഴുമ്പോൾ നമ്മൾ നിയമം പറയും അല്ലേ?
ഫ്രിക്ഷൻ ഇങ്ങനെ പോയി അങ്ങനെ പോയി അയാൾ വീണു. അപ്പോൾ ഇത്ര ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലാതെയാകും, ഇത്ര ഇതുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും, വിമാനം പറക്കുന്ന നിയമം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം കണ്ടെത്താൻ മനുഷ്യൻ അന്വേഷിക്കുന്നത്? ഇതെല്ലാം യാദൃശ്ചികതയാണെങ്കിൽ എന്തും എപ്പോഴും സംഭവിക്കാമല്ലോ. ഇതിങ്ങനെയേ സംഭവിക്കൂ എന്ന് ഈ പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട് എന്ന് നമുക്ക് എവിടെ നിന്നാണ് ഈ വിശ്വാസം വരുന്നത്? ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുക. ഇങ്ങനെ ഒരു നിയമം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ എങ്ങനെ ധൈര്യത്തിൽ വണ്ടിയിൽ യാത്ര ചെയ്യും, എങ്ങനെ പറക്കും? കാരണം എന്തും എപ്പോഴും സംഭവിക്കാമെങ്കിൽ, ഒന്നിനും യാതൊരു ക്രമവുമില്ലാതെ അങ്ങുണ്ടായതാണ് എങ്കിൽ എന്തും നാളെ സംഭവിക്കാമല്ലോ. ഈ കാണുന്ന നിയമങ്ങളൊക്കെ ഇതേപോലെ നിലനിൽക്കുന്ന എന്താ ഉറപ്പ്? ആ നിയമം ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്ക് ബാധകമാവുന്ന എന്താ ഉറപ്പ്? എല്ലായിടത്തും ഗ്രാവിറ്റി ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? ആകാശങ്ങൾക്കപ്പുറത്തേക്ക് ഇനിയും ഗ്രഹങ്ങളുണ്ടാകുമെന്താണ് എന്താ പ്രതീക്ഷ? ശാസ്ത്രം നിലനിൽക്കുന്നത് തന്നെ ഈ കണക്കുകൂട്ടലുകളും ഈ ഇക്വേഷനുകളും ഒക്കെ നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ്? ഈ ഇക്വേഷൻ എന്തുകൊണ്ട് ഫലിക്കുന്നതായി പറയുന്നത്? അവരുണ്ടാക്കിയതാണോ ഇത്? E=mc² എന്നോ ഒരു നിയമം പറഞ്ഞു. ഈ എന്ന അവസ്ഥയിലേക്ക് കിട്ടണമെങ്കിൽ ഇത് നിങ്ങളിങ്ങനെ വെച്ചാൽ ഇനി മുതൽ ഇങ്ങനെയാണ്, പ്രപഞ്ചത്തിലല്ല ഞാൻ ഇങ്ങനെയാണ് സംവിധാനിച്ചത് എന്നാണോ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞത്? അല്ലല്ലോ. പ്രപഞ്ചത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതിന് അയാളൊരു ഇക്വേഷൻ അതിൽ നിന്നുണ്ടാക്കിയതാണ്, അല്ലാതെ അയാൾ ഉണ്ടാക്കിയ നിയമമല്ല അത്. ഏത് നിയമവും, നിങ്ങൾ ഏത് നിയമങ്ങളും നോക്കും, പ്രപഞ്ചത്തിലെ നിയമങ്ങളുണ്ട് എന്ന വിശ്വാസം നിലനിൽക്കുന്നത് തന്നെ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നാണ്. രണ്ടാം ദലാലത്തുൽ ഇഖ്തിറാ, ഒന്ന് പ്രപഞ്ചം ഉണ്ടായി എന്നത് അള്ളാഹു ഉണ്ടെന്ന് തെളിവാണ്. രണ്ട് ദലാലത്തുൽ ഇനായ, ദലാലത്ത് അൽ ഇനായ, അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ പടക്കല്ല മാത്രം ചെയ്തത്, മറിച്ച് സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധയോടെ പരിഗണനയോടെ വേണ്ടതെല്ലാം സംവിധാനിച്ചുകൊണ്ടാണ് പഠിച്ചത്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ, അവനാണ് ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത്. നോക്കൂ, ഭൂമി അങ്ങനെ തീർത്തും യാദൃശ്ചികമായിരുന്നെങ്കിൽ ഇവിടെയുള്ള റിസോഴ്സുകൾ മനുഷ്യരുടെ ആവശ്യങ്ങളുടെ തോതനുസരിച്ച് ആകുമായിരുന്നില്ല. അരി ആവശ്യം കൂടുതലാണ്, അതിനനുസരിച്ച് അരിയുണ്ട്. അരിയെപ്പോലെയാണ് ഇവിടെ ആടും മാടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലോ മനുഷ്യന് ജീവിക്കാൻ സാധിക്കായിരുന്നില്ല. അരിയുടെ എണ്ണം, ധാന്യമണികൾ അതിൻ്റെ എണ്ണത്തിലാണ് ആടും മാടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. ഓരോന്നും മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് എത്ര വേണമോ ആ തോതിലാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ രാത്രി നിങ്ങൾക്ക് അവസാനമില്ലാത്തതാക്കിയിരുന്നെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ഒരു പകൽ കൊണ്ടുവരിക, നിങ്ങൾക്കൊന്ന് ജോലിയെടുക്കാൻ പുറത്തേക്കിറങ്ങാൻ? പകൽ അള്ളാഹു അവസാനമില്ലാത്തതാക്കിയിരുന്നെങ്കിൽ ആരാണ് നിങ്ങൾക്കൊന്ന് ആശ്വസിക്കാൻ, ഒന്ന് വിശ്രമിക്കാൻ ഒരു രാത്രി കൊണ്ടുവന്നുതരാം? وجعل الليل سباتا وجعلنا الليل سباتا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا. നാം ഇതാ രാത്രിയെ സുബാത്ത എന്നാണ് എല്ലാ ജോലികളും അവസാനിപ്പിച്ച് ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് മാറിയിരിക്കാനുള്ള സമയമാക്കിയിരിക്കുന്നു. وجعلنا النهار معاشا, പകലിന് നിങ്ങൾക്ക് ജോലിയെടുക്കാനുള്ള സമയമാക്കിയിരിക്കുന്നു. നോക്കൂ എത്ര കൃത്യമാണ് സംവിധാനിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പിൽ ദലാലത്തുൽ ഇനായ വെറുതെ അങ്ങുണ്ടായതല്ല, മറിച്ച് ഈ ഒരു ചെറിയ ഗ്രഹത്തിൽ മനുഷ്യർക്ക് ജീവിക്കേണ്ട ഈ സ്ഥലത്തിൽ എങ്ങനെ അവന് എന്തൊക്കെ വേണമോ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. 3 ദലാലത്തുൽ ഇത്ഖാൻ, സൃഷ്ടിപ്പിൻ്റെ ഏതു മേഖലകളെയും നോക്കുക, ഇത്ഖാനുണ്ട്. ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂക്ഷ്മമായ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്നാൽ പോലും കൃത്യമായ ക്രമീകരണം കാണാം. എവിടെ നോക്കിയാലും നിങ്ങളൊരു ആറ്റം അതിങ്ങനെ പൊളിച്ചു ഉള്ളിലേക്ക് പോയാലും അതിൽ കൃത്യമായ സൃഷ്ടിപ്പിൻ്റെ ഭംഗിയുണ്ട്.
എന്നാൽ ആകാശത്തേക്ക് കണ്ണുകൾ അയച്ചാലോ? സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ അല്ലേ, നിങ്ങൾ الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. നിങ്ങൾക്ക് മുകളിൽ 7 ആകാശങ്ങൾ അള്ളാഹു തട്ടായി പടച്ചിരിക്കുന്നു. അതിലൊരു ഏറ്റക്കുറച്ചുള്ള എനിക്ക് കാണാൻ സാധിക്കുകയില്ല. പറയുമ്പോൾ ആകാശം, മുകളിലുള്ള ആകാശം, പക്ഷേ എത്ര സൂക്ഷ്മമായാണ് പടച്ചിരിക്കുന്നത്. നമുക്ക് ആ കൃത്യത കാരണത്താൽ മനുഷ്യന് എന്ത് സാധിക്കുന്നു? പകലിനെയും രാത്രിയെയും മുൻകൂട്ടി പറയാൻ പറ്റുന്നു. സൂര്യൻ എത്ര സമയത്ത് ഉദിക്കും, സൂര്യൻ എത്ര സമയത്ത് അസ്തമിക്കും. എങ്ങനെ ഇത് പറയാൻ പറ്റിയത്? കാരണം അത്ര കൃത്യമാണ്. എപ്പോഴെങ്കിലും സൂര്യൻ വരില്ലല്ല, പക്ഷെ അതിന് സമയമുണ്ട്. ഇത്ര വർഷങ്ങളായി അതിൽ സമയത്തിൽ മാറ്റം ഉണ്ടാവുന്നില്ല. കൃത്യമായി അത് മുന്നോട്ട് പോകുന്നു, കൃത്യമായി അത്. അതാണ് ദലാലത്തുൽ ഇത്ഖാൻ. അള്ളാഹു പറഞ്ഞതുപോലെ സുന അല്ലാഹില്ലത്തി അത്ഖന കുല്ല ഷൈ, കുല്ല ഷൈ. നോക്കൂ വാക്ക് എത്ര കൃത്യം. കുല്ല ഷൈ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് ഇത്ഖാൻ നടത്തിയ, ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ കൃത്യമാക്കിയ, ഒരു ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രൂപത്തിൽ പടപ്പ് കൃത്യമാക്കിയ റബ്ബ്, അവൻ്റെ സൃഷ്ടിപ്പാണത്. 4-ാമത്തെ കാര്യം ദലാലത്തു തസ്ഖീർ. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പ് മനുഷ്യർക്ക് സംവിധാനിച്ച് തന്നിരിക്കുന്നു, എളുപ്പമാക്കിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനേക്കാൾ വലിയ ആനയെ നിയന്ത്രിക്കുന്നു. മനുഷ്യന് ഈ ഭൂമിയിൽ പ്രത്യേകത നൽകപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യമാണ്. എന്താ നമ്മുടെ വലുപ്പം? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തന്ന കാര്യങ്ങൾ നോക്കൂ, സംവിധാനിച്ച് തന്ന കാര്യങ്ങൾ നോക്കൂ. ഇത് അള്ളാഹു മനുഷ്യർക്ക് സംവിധാനിച്ച് നൽകിയിരിക്കുന്നു എന്നത് അള്ളാഹുണ്ട് എന്നതിനുള്ള തെളിവാണ്. അപ്പോൾ ഇതാണ് ദലീലുൽ അഖൽ, ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2-ാമത്തേത് ദലീലുൽ ഹിസ്, അനുഭവങ്ങൾ അള്ളാഹുണ്ട് എന്നതിനുള്ള തെളിവാണ്. അത് 2 രൂപത്തിലാണ്. ഒന്നാമത്തേത് നബിമാരുടെ മുഅ്ജിസത്തുകളാണ്, അല്ലെങ്കിൽ നബിമാരുടെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ കൈ പുറത്തേക്കെടുത്താൽ വെള്ളം നിറത്തിലാകുന്നു. അദ്ദേഹത്തിൻ്റെ വടി താഴെയിട്ടാൽ സർപ്പമാകുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിനുണ്ടായ ദൃഷ്ടാന്തങ്ങൾ, ആകാശത്തുനിന്നൊരു പാത്രം അദ്ദേഹത്തിന് ഇറക്കപ്പെട്ട് നൽകി, അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ദൃഷ്ടാന്തങ്ങൾ, ഇഖ്തറബത്തി സ്സാഅതു വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. ചില ആളുകൾ ഇതെങ്ങനെ തെളിവാകും? പണ്ട് കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ലേ. നോക്കൂ, ചരിത്രമെടുത്താൽ മനുഷ്യ കുലം കാലങ്ങളായി കൈമാറിയ ചരിത്രമാണ് നബിമാരുടെ ചരിത്രം. മനുഷ്യക്കുലം, മനുഷ്യന്മാരൊന്നാകെ, കുറച്ചാൾക്കാരല്ല. നൂഹ് നബിയുടെ ചരിത്രം, മൂസാ നബിയുടെ ചരിത്രം, കാലങ്ങളായി മനുഷ്യർ കൈമാറി വന്ന ചരിത്രമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ വിജ്ഞാനമാണത്. കാലങ്ങളായവർ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ ലോകത്തിൽ ചരിത്രം എന്ന ഒരു വിജ്ഞാനത്തിന് സാധ്യതയില്ല. എന്ന് നമ്മൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ള, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും അനുമാനങ്ങളാണ്. ചക്രം എങ്ങനെ കണ്ടുപിടിച്ചു? അതങ്ങനെ ഒരിക്കൽ മലൻ്റെ മുകളിൽ ഇരുന്നിരിക്കും. ആരാ പറഞ്ഞു കൊടുത്ത്? പോയി നോക്കിയിരുന്നോ? തീ എങ്ങനെ ഉണ്ടായി? എപ്പോഴോ കല്ലടിച്ചിട്ടുണ്ടാവും. ആരാ കണ്ടോ? ഇല്ല. വസ്ത്രം എങ്ങനെ ഉണ്ടായി? എപ്പോഴോ. എല്ലാം ഊഹങ്ങളാണ്. ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അം ലക്കും കിതാബുൻ ഫീഹി തദ്റുസൂൻ, നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ ഇതൊക്കെ ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി? എന്നോ ഒരു മനുഷ്യനിരുന്നു, അപ്പോൾ ഇങ്ങനെയായി, നിയാന്ത്രണ്ടാലുണ്ടായി, മറ്റേതുണ്ടായി. ആര് പറഞ്ഞു? നിങ്ങൾ കണ്ടോ? ഇല്ല. അനുമാനങ്ങളുടെ അനുമാനങ്ങളാണ്. ചരിത്രം എന്ന പേരിൽ പലപ്പോഴും അത്രമാത്രം അനുമാനങ്ങളാണ്. ചരിത്രത്തിൽ പൊതുവെ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ആളുകൾ തമാശയായി പറയും, ഒരു 100 കൊല്ലം മുന്നേ പിന്നെ 100 കൊല്ലം മുന്നേ ഒരാൾ സെയ്ദ് എന്ന് പേരുള്ള ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു,
എന്ന് തെളിയണമെങ്കിൽ, ചരിത്രത്തിൽ അത് ചരിത്രമായി പരിഗണിക്കണമെങ്കിൽ എന്തുണ്ടായാൽ മതി? ഒരു 50 കൊല്ലം മുന്നേ വേറൊരാൾ ഈ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതിച്ചാൽ മതി. അത്രയും ദുർബലമാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പരിഗണിക്കുന്നതും ചരിത്രം പരിഗണിക്കുന്നതും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ അത്ര വിദൂരമായ അകൽച്ച കാണാം. പക്ഷേ ഈ പറഞ്ഞത് മനുഷ്യർ ചരിത്രം കാലങ്ങളായി കൈമാറിയതാണ്. വേദഗ്രന്ഥങ്ങളായി പാരായണം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളിലുണ്ട്, ഏറ്റവും മുൻപ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലുണ്ട്. ഒന്നും വേണ്ട, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുക്കാം. പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ പിളർന്ന സംഭവം കേരളത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. കേരളത്തിൽ എഴുതപ്പെട്ട ചരിത്ര പുസ്തകങ്ങളുണ്ട്. ചേരമാൻ പെരുമാൾ മട്ടുപ്പാവിൽ നിൽക്കുന്ന സമയത്ത് ചന്ദ്രൻ പിളർന്നതായി കണ്ടു. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് ഇദ്ദേഹം പുറപ്പെട്ടു അറബ് നാട്ടിലേക്ക് പോയി, അങ്ങനെ മുസ്ലിമായി. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹം മരിച്ചു. കേരളത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, പഴയ ചരിത്ര പുസ്തകങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ചരിത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്ര ആളുകൾ കണ്ടു. അവർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ധാരാളം എടുത്തു നോക്കിയാൽ അവിടുത്തെ കൈകൾക്കിടയിലൂടെ വെള്ളം വന്ന സംഭവം ഇത്രയും മനുഷ്യന്മാർ കാണണം, ഇത്രയും മനുഷ്യന്മാർ നിവേദനം ചെയ്യാൻ. ചരിത്രത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്ന പലതും അംഗീകരിക്കപ്പെടാമെങ്കിൽ ഇതെന്തുകൊണ്ട് അംഗീകരിക്കും? ഇത് ചരിത്രത്തിൽ ഏറ്റവും നല്ല തെളിവുകളാണ്. അപ്പം ഈ മുഅ്ജിസത്തുകൾ, അതിൽ പറയാവുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തിയ, ഭാവിയിൽ സംഭവിക്കുമെന്ന് അവിടുന്ന് അറിയിച്ച കാര്യങ്ങൾ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചില ഹദീസുകൾ വായിച്ചാൽ നമുക്ക് തോന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ ഇപ്പോൾ നിന്ന് നോക്കി പറഞ്ഞ വാക്കുകളാണ് എന്ന് തോന്നി. അവിടുന്ന് മസീഹ് ദജ്ജാലിൻ്റെ വരവിന് മുൻപുണ്ടാകുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അവിടുന്ന് അന്ത്യനാൾ അടുക്കുന്നതിനനുസരിച്ച് ഉണ്ടാകുമെന്ന് പറഞ്ഞ, ഉദാഹരണത്തിന് മദീനയിലുണ്ടായ തീപിടുത്തം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിജാസിൻ്റെ ഭൂമിയിൽ ഒരു തീ പ്രത്യക്ഷപ്പെടുന്നതാണ്. തുദീഉ മിൻഹു അനാഖുൽ ഇബ്ലി ബിബുസ്റ. ബുസ്റയിലുള്ള ഒട്ടകത്തിൻ്റെ പൂഞ്ഞ അതുകൊണ്ട് പ്രകാശിക്കുന്നതാണ്. അത് മദീനയിൽ സംഭവിച്ച കാര്യമാണ് നബിയുടെ കാലഘട്ടത്തിൽ. നബി പറയും, ഞങ്ങൾ അത് ഉണ്ടായ കാലത്ത് കിലോമീറ്ററുകൾ അപ്പുറത്ത്, 500-600 കിലോമീറ്റർ അപ്പുറത്ത് രാത്രിയിൽ ഞങ്ങൾ കിതാബുകൾ എഴുതിയിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ. കുറച്ചു കാലം മുന്നേ വരെ മദീനയിൽ പോയാൽ നിങ്ങൾക്ക് കാണായിരുന്നത്, ഇപ്പോഴും ചില സ്ഥലത്തുണ്ട്, അന്ന് നിന്ന് കത്തിയത്. വലിയ പാറയായിരിക്കും, പക്ഷേ ഭാരമുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ഹദീസിൽ, ബുഖാരി മുസ്ലിമിൽ ഇത് സംഭവിക്കുന്നതിന് മുൻപ് വന്ന ഹദീസാണത്, പിന്നെ ഉണ്ടാക്കിയ ഹദീസല്ല അത്. ഇങ്ങനെ ഹദീസുകൾ അവിടുന്ന് ഭാവിയിൽ സംഭവിക്കുമെന്ന് അറിയിച്ച ചിലത് നോക്കൂ നിങ്ങൾ. അവിടുന്ന് പറഞ്ഞു, അന്ത്യനാൾ സംഭവിച്ചാൽ കൊലപാതകം വർദ്ധിക്കും. ലാ യദ്രിൽ ഖാതിൽ ലിമ ഖതൽ വലാ യദ്രിൽ മഖ്തൂൽ ലിമ ഖുതിൽ. കൊന്നവനറിയില്ല എന്തിനാണ് കൊന്നത് എന്ന്, കൊല്ലപ്പെട്ടവനറിയില്ല ഞാനെന്തിനാണ് കൊല്ലപ്പെട്ടത്. ഒരു 20 കൊല്ലം മുൻപ് നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. കൊലപാതകങ്ങൾ അത്ര വിരളമായി നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു 10-20 കൊല്ലം മുന്നേ നമുക്ക് അത്ഭുതമായിരിക്കും, അങ്ങനെ ഒരു മനുഷ്യനെ കൊന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളെ കൊല്ലാൻ. ഇന്നത് പലയിടത്തും നടക്കുന്ന സർവ്വസാധാരണമായ കാര്യമായി മാറി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറാത്തു സാഇയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അന്ത്യനാളുടെ അടയാളങ്ങൾ ഒരുക്കുന്ന ഹദീസുകൾ ഒരാൾക്ക് നിഷേധിക്കാം. പക്ഷെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ എന്നിട്ട് അതിൻ്റെ പുറകെ പോവുക. നോംസ്ട്രഡാംസ് പറഞ്ഞിട്ടുണ്ട്, അത് ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ 2012 ഇങ്ങനെ സംഭവിക്കും, 14 ഇങ്ങനെ സംഭവിക്കും. അത് വായിച്ചാൽ ഒരാൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം. സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറയുള്ളൂ ഇങ്ങനെ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ മുഅ്ജിസത്തുകൾ, ആയാത്തുകൾ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് ഖുർആൻ തെളിവാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ പിന്നീട് വരുന്നുണ്ട്. രണ്ടാമത്തേത്, അനുഭവങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തേത് ദുആകൾക്ക് ഉത്തരം നൽകപ്പെടുന്നു എന്നതാണ്. നബിമാർക്ക് ഉത്തരം നൽകപ്പെട്ട സംഭവങ്ങൾ, നൂഹ് നബിക്ക് ഉത്തരം നൽകപ്പെട്ടത്, ചരിത്രം എടുത്തു നോക്കിയാൽ അതിക്രമികൾ ശിക്ഷിക്കപ്പെട്ട ചരിത്രം എല്ലായിടത്തും കാണുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണണം. പോംപെയ് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഇറ്റലിയിലുള്ള സ്ഥലമാണ് പോംപെയ് എന്ന് പറയുന്നത്. വ്യഭിചാരം അതിൻ്റെ അങ്ങേയറ്റത്തെ വൃത്തികൾ. ഇപ്പോഴും അവിടെ പുരാവസ്തു ഗവേഷകർ പുറത്തു കൊണ്ടുവന്ന പല കാര്യങ്ങളും മ്യൂസിയത്തിലാണ്.
ഒരു ദിവസം ആ മ്യൂസിയം സന്ദർശിക്കാൻ വേണ്ടി രാജാവോ അന്നത്തെ ഭരണാധികാരിയോ അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം അയാൾ കുടുംബമായിട്ട് കയറിയിട്ട് അയാൾ പറഞ്ഞു പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന് ശേഷം അടച്ചിട്ടാണ്. ഇപ്പോൾ തുറന്നില്ല എനിക്കറിയില്ല. കാരണം അത്രയും വൃത്തികേടാണ്, അത്രയും വൃത്തികേട്. വീടുകൾക്കും മുകളിലും ഉള്ളിലും എല്ലായിടത്തും വൃത്തികേടാണ്. അവർ നശിപ്പിക്കപ്പെട്ടത് സുബ്ഹാനല്ലാഹ് ഒരു അഗ്നിപർവ്വതം പൊട്ടിയിട്ടാണ്. സ്വർഗ്ഗരതിയും ലൈംഗികത അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ നിലനിന്നിരുന്ന സ്ഥലമാണ്. അത് നശിപ്പിക്കപ്പെട്ടു. നോക്കൂ നിങ്ങൾ, സാലിഹീങ്ങൾ ജീവിച്ച ഒരു സമൂഹം ഇതുപോലെ തകർക്കപ്പെട്ടത് ചരിത്രത്തിൽ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെ തകർക്കപ്പെട്ടത് ഒരു നിലക്കും കാണാൻ പറ്റില്ല. ചരിത്രം മുഴുവൻ അന്വേഷിച്ചാലും ജനങ്ങൾ സലാഹിലായിരുന്ന കാലത്ത്, ശുദ്ധിയിലായിരുന്ന കാലത്ത് അവർ തകർക്കപ്പെട്ടത് കാണാൻ പറ്റില്ല. എല്ലാ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടെ പൊതുവായി കാണുന്ന സാധനം എന്തായിരിക്കും? വിഗ്രഹാരാധനയായിരിക്കും. പമ്പയിൽ ഇത് പിന്നെ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ജനങ്ങളെ മുകളിൽ വീണുന്നാണ്. അപ്പോൾ ആൾക്കാരുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നോ അത് അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ കാരണം എന്താ വെച്ചാൽ ഈ അഗ്നിപർവ്വതം മൂടി അതിൻ്റെ ഉള്ളിൽ മനുഷ്യർ ജീർണിച്ചു, പിന്നീട് പതുക്കെ ജീർണിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭാഗം എന്താവും? ഒന്നുമില്ലാതാവും. അപ്പോൾ അതിലേക്ക് ഒരു പിന്നെ പലതും കടത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കതിൻ്റെ പേരറിയില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കടത്തിക്കഴിഞ്ഞാൽ ആ രൂപം, അവസാനത്തെ രൂപം എന്താണെന്ന് അതുപോലെ കിട്ടും. അതൊരു രൂപം, ഒരു വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ്, അങ്ങനെ കൂനി പിടിച്ചിട്ട്. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവർ ആ അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് തീർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്ന് തെളിവാണ്. എന്തുകൊണ്ടിങ്ങനെ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു? അതുപോലെ നബിമാർക്ക് നൽകപ്പെട്ട ഉത്തരങ്ങൾക്കപ്പുറം ഈ കാലഘട്ടത്തിൽ മനുഷ്യന്മാർക്ക് അള്ളാഹു ഉത്തരം നൽകുന്നു. കാഫിർ വരെ, ഒരാൾ ഒരു കാഫിറാണെങ്കിൽ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. കപ്പൽ പോയിരുന്ന മുശ്രിക്കുകൾക്ക് അള്ളാഹു ഉത്തരം നൽകിയ എത്രയോ സംഭവങ്ങളുണ്ട്, അല്ലേ? ഖുർആനിൽ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് നിരീശ്വരവാദികളോട് ചിലപ്പോൾ പറയാൻ തോന്നുന്ന ഒരു കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, നിങ്ങൾക്ക് സത്യം കണ്ടെത്താനുള്ള ഒരു വഴി പ്രാർത്ഥിക്കലാണ്. നിങ്ങൾ ആത്മാർത്ഥ ദുആ ചെയ്യും, അള്ളാഹു ഉണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ ദുആ ചെയ്തു, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അള്ളാഹു ഉണ്ടെങ്കിൽ, റബ്ബ് പറഞ്ഞത് ഹക്കാണെങ്കിൽ നിൻ്റെ കാര്യം കഷ്ടമാണ്. നീ പറയുന്നത് ഹക്കാണെങ്കിലോ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംശയത്തിലല്ല വിശ്വസിക്കുന്നത്. പക്ഷേ വാദമെന്ന നിലക്ക് പറയാം, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇവിടെ ജീവിച്ച ഒരാൾക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. ഒരു മുസ്ലിമായ ഒരാൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, അയാൾ വൃത്തികേടുകളിൽ നിന്ന് മാറിയിരുന്നു, അങ്ങനെ ജീവിച്ചു, ഒന്നും സംഭവിച്ചില്ല. നീയും മരിച്ചുപോയി, ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സത്യമാണെങ്കിലോ എൻ്റെ കാര്യം കഷ്ടമാണ്. അപ്പം അതുകൊണ്ട് നീ ദുആ ചെയ്യ്, പ്രാർത്ഥിക്ക്. ചിലപ്പോൾ ഈ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ചിലർ ഈ സംശയം വന്നിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരോട് പറയാവുന്ന കാര്യങ്ങളിലൊന്നും മക്കളെ ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്തിട്ട് ഹക്കിലേക്ക് എത്തി ഇത്ര ആൾക്കാർ, നിരീശ്വരവാദികളുടെ ആൾക്കാരുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികൾ വന്ന് കുടുങ്ങിയിട്ട് അവസാനം പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു നീ ഉണ്ടെങ്കിൽ എനിക്കൊരു വഴി കാണിച്ചേ. അങ്ങനെ രക്ഷപ്പെട്ട ആളുകളുണ്ട്, എനിക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെട്ട ആളുകൾ. അപ്പോൾ പ്രാർത്ഥന ഈ പറഞ്ഞ തെളിവുകളിൽ ഒന്നാണ്. മൂന്നാമത്തെ തെളിവ് ദലീലുൽ ഫിത്ര. തെളിവുകളിൽ ഏറ്റവും ശക്തമായ തെളിവ് ഇതാണ്. ഇത് നാം ശരിക്കും മനസ്സിലാക്കേണ്ട തെളിവുകളിൽ ഒന്നാണ് ദലീലുൽ ഫിത്ര. ദലീലുൽ ഫിത്ര എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ച പ്രകൃതം അള്ളാഹു ഉണ്ട് എന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഉണ്ട് എന്ന് മാത്രമല്ല, അവൻ ഏകനാണെന്നും അവരോടത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവൻ്റെ ഫിത്രത്ത് ശുദ്ധമാണെങ്കിൽ, അത് അവൻ്റെ ശുദ്ധ പ്രകൃതം, അവൻ്റെ മനസ്സ് വികൃതമാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇസ്ലാം സത്യമാണ് എന്ന് വരെ അത് അവനോട് പറഞ്ഞു കൊടുക്കും. ഇസ്ലാമിൻ്റെ എന്തൊരു കാര്യം കേട്ടാലും അവന് മനസ്സിലാവും ഇതാണ് ശരി, ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്.
ചില ആൾക്കാർ മുസ്ലിം ആയപ്പോരോട് ചോദിച്ച് എങ്ങനെ മുസ്ലിം ആയത്? അപ്പോൾ പറഞ്ഞു ഞാനെങ്ങനെ മുസ്ലിം ആകാതിരിക്കണം? കാര്യം ഇതിൽ എന്തൊരു കാര്യം നോക്കുമ്പോഴും എൻ്റെ ബുദ്ധി എന്നോട് പറയുന്നുണ്ട് ഇതിങ്ങനെ തന്നെ വേണ്ടത്. മദ്യം അത് പാടില്ല, പലിശ അത് പാടില്ല, അങ്ങനെ തന്നെ വേണ്ടത്. 5 നേരത്തെ നിസ്കാരം ഇങ്ങനൊരു നിസ്കാരം ഉണ്ടായിരിക്കണം. സക്കാത്ത് അതിങ്ങനെ തന്നെ. കമ്മ്യൂണിസ്റ്റുകാർ വരെ അവസാനം പറഞ്ഞു എന്ന് തോന്നുന്നു സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ. സാമ്പത്തിക രംഗം വലിയ വിപ്ലവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ആളുകളാണ് അവർ. ഇസ്ലാമിലെ സക്കാത്ത് കമ്മ്യൂണിസ്റ്റുകാർ സൃഷ്ടിച്ച ഏറ്റവും വലിയ വിപത്തിനെ വളരെ മനോഹരമായി പരിഹരിച്ച സംവിധാനമാണ്. കമ്മ്യൂണിസ്റ്റുകാർ എന്താ ഉണ്ടാക്കിയത്? മുതലാളിയോട് തൊഴിലാളിക്ക് ദേഷ്യം ഉണ്ടാക്കി, അസൂയ ഉണ്ടാക്കി, അവൻ്റെ പത്തായ പുരയുള്ളത് മോഷ്ടിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ തമ്മിൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. ഇസ്ലാമോ സക്കാത്ത് നിശ്ചയിച്ചു. നിൻ്റെ സമ്പത്തിൽ ദരിദ്രന് അവകാശമുണ്ട്, നിൻ്റെ ഔദാര്യമല്ല, അവകാശമുണ്ട്. 2.5% നീ കൊടുത്തിരിക്കണം. അതിനൊപ്പം സദഖ ഉണ്ട്. അവരുടെ ഇടയിലുള്ള ബന്ധം നന്നാക്കുകയാണ് ചെയ്തത്. ദലീലുൽ ഫിത്ര, മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം അല്ലാഹുണ്ട് എന്ന് തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹൗദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സറാനിഹി. എല്ലാ കുട്ടികളും ജനിച്ചിരിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദനോ നസ്രാനിയോ മജൂസിയോ ആക്കുന്നത്. മുസ്ലിം ആക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. എന്തുകൊണ്ട്? കാരണം മുസ്ലിമാണ്, മുസ്ലിമായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് പണ്ട് ആൾക്കാർ, ഇപ്പോൾ ആൾക്കാർ പൊതുവെ ഉപയോഗിക്കല്ല. പണ്ട് കാലത്ത് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചാൽ, ഒരു മുസ്ലിം അല്ലാതിരുന്ന ഒരാൾ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ പറയും കൺവേർട്ട്സ് ആണെന്ന് പറയും. ഇപ്പോൾ ആളുകൾ പൊതുവെ പറയില്ല, ആളുകൾ റിവേർട്ടാന്ന് പറയും. എന്താ റിവേർട്ടും കൺവേർട്ടും വ്യത്യാസം? റിവേർട്ട് തിരിച്ചു വന്ന ആളാണ്. കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ആൾ മാറിയതാണ്, ആൾ തിരിച്ചു വരികയാണ് ചെയ്തത്. മുസ്ലിം ആകുന്ന ഒരാൾ ഒരിക്കലും പുതിയ ഒന്നിലേക്കല്ല വരുന്നത്, അവൻ പഴയതിലേക്ക് തിരിച്ചു വരാൻ. അവൻ കുട്ടിയായിരുന്നപ്പോൾ മുസ്ലിമായിരുന്നു, പിന്നെ തെറ്റിപ്പോയതാണ്. അവൻ്റെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അവനെ മാറ്റിയതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖലഖ്തു ഇബാദി ഹുനഫാഅ കുല്ലഹും, എൻ്റെ അടിമകളെ മുഴുവൻ ഞാൻ ഹുനഫാകളായാണ് പഠിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൗഹീദിലേക്ക് ചാഞ്ഞുകൊണ്ടാണ് പഠിച്ചിരിക്കുന്നത്. ഫജ്താലതുഹുമു ശൈത്താൻ, പിന്നീട് പിശാചുക്കളാണ് അവരുടെ അടുത്ത് വന്ന് അവരെ ആ വഴിയിൽ നിന്ന് പിടിച്ചു വലിച്ചത്. ഞാൻ ഹലാലാക്കിയത് അവർ, പിശാചുക്കൾ ഇവർക്ക് ഹറാമാക്കി, ഞാൻ ഹറാമാക്കിയത് ഇവർ ഹലാലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിച്ചത് ശുദ്ധ പ്രകൃതത്തിലാണ്. ഈ ശുദ്ധ പ്രകൃതം, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇസ്ലാം സ്വീകരിക്കാനുള്ള ആയത്തുകളിൽ ഒന്ന് ഇങ്ങനെയാണ്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹ. നീ മുസ്ലിം ആകണം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ദീന് നീ സ്വീകരിക്കണം, അള്ളാഹുവിന് നീ നിൻ്റെ മുഖം തിരിക്കണം, മുസ്ലിം ആകണം. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫിത്രത്തല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹ. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതത്തിൽ പഠിച്ചോ അതാണത്. ഇസ്ലാം ശുദ്ധ പ്രകൃതമാണ്. മനുഷ്യനെ വൃത്തിയിൽ വിട്ടാൽ അവൻ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഈ ഫിത്രത്ത് ചില ആൾക്കാർക്ക് അറിയാതെ പുറത്തേക്ക് വരും, ചില ആളുകളുടേത് ചിലപ്പോൾ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുമ്പോൾ പുറത്തേക്ക് വരും. ഇംഗ്ലീഷുകാർക്കിടയിൽ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ആളുകൾക്കുള്ള അഭിപ്രായമുണ്ട്. അവർ പറയാറുണ്ട്, ഫോക്സ് ഹോളുകളിൽ അതെയിസ്റ്റുകൾ ഉണ്ടാവുകയില്ല എന്ന്. യുദ്ധത്തിൽ ഉണ്ടാവുന്ന കിടങ്ങുകൾ ഉണ്ടാവില്ലേ, അവിടെ ദൈവത്തെ നിഷേധിക്കുന്നവരെ നിനക്ക് കാണാൻ സാധിക്കും. പിന്നെ യുദ്ധം കടക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഈ പറഞ്ഞ പുറത്തേക്ക് വരും ഈ വിശ്വാസം. ഇത് ധാരാളം ആളുകളുണ്ട്. കേരളത്തിലെ വലിയ നിരീശ്വരവാദിയായിരുന്ന ഒരാൾ, അയാൾ എഴുതിയിട്ടുണ്ട്. അയാളുടെ കൂട്ടുകാരനായ ഒരു മനുഷ്യൻ്റെ കുഞ്ഞു മരിച്ചപ്പോൾ അയാൾ സന്ദർശിക്കാൻ പോയി. അപ്പോൾ അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ആ സന്ദർഭത്തിൽ ഒരു നിരീശ്വരവാദിക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നാലോചിച്ച് ഞാനവിടെ നിന്നു. അയാളുടെ മതവിശ്വാസമല്ലാതെ അയാൾക്ക് ആ സന്ദർഭത്തിൽ വേറെ ഒന്നും ആശ്വാസം നൽകാനില്ല. എന്ത് ഞാൻ പറയാം? ഇവൻ്റെ കണക്ക് പ്രകാരമാണെങ്കിൽ ശരിക്കും പറയേണ്ടത് എന്താ? കുറച്ച് കെമിക്കൽ ബോഡികളാണ്, അതങ്ങില്ലാതെ. അത് പറഞ്ഞ ആളുകളുണ്ട്. നിരീശ്വരവാദികൾ ചില ആളുകൾ പറഞ്ഞു, മനുഷ്യരത്ത് പറഞ്ഞാൽ സ്റ്റാർ ഡസ്റ്റുകളാണ്. കാരണം പണ്ടെന്നോ നക്ഷത്രം പൊട്ടിത്തെറിച്ചിട്ട് ഇവിടെ പലതുണ്ടായി, കെമിക്കലൊക്കെ ഉണ്ടായി, കെമിക്കലിൽ നിന്ന് മനുഷ്യരുണ്ടായി, മനുഷ്യർ രൂപപ്പെട്ടു. ഒരു കെമിക്കൽ വസ്തു മറ്റൊരു കെമിക്കലിനോട് ചേർത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കണം? അതേ സംഭവിക്കുന്നുള്ളൂ. മനുഷ്യർ മരിക്കുന്നു, ജീവിക്കുന്നു, ഒരു വ്യത്യാസമല്ല, കണക്കാണ്. കാരണം
ഈ വിശ്വാസം അതിലേക്കാണ് അവർ നയിച്ചത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നിശ്ചയിച്ച് ഈ ഫിത്രത്ത് ഇത് ചിലപ്പോൾ പുറത്തേക്ക് വരും. പണ്ട് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരുത്തൻ, അയാളോട് പണ്ട് അഴിമതി എന്തുണ്ടായപ്പോൾ ആൾക്കാർ കടുത്ത അഴിമതി ആരോപണം കടുത്ത അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ അയാൾ അഴിമതി ആരോപണത്തിൻ്റെ കടുപ്പത്തിൽ അയാൾ അറിയാതെ പറഞ്ഞു, അയാൾ മുകളിലുള്ളവരെല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പത്രക്കാർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനവിടെ EMSൻ്റെ വേറെ ഫോട്ടോ വെച്ചിരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് പറഞ്ഞാലും പോയില്ലേ, EMS മരിച്ചില്ലേ, പിന്നെ എങ്ങനെ EMS അറിയാം? ഇത് അള്ളാഹു ഉണ്ട് എന്നത് മാത്രമല്ല, തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞാണ്, അള്ളാഹു ഉണ്ട് എന്ന് മാത്രമല്ല അവൻ എവിടെയാണ് എന്നതുവരെ അവരുടെ ഫിത്രത്തിലുണ്ട്. അതുകൊണ്ടാണ് നോക്കൂ, മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഹൃദയം മുകളിലേക്കാണ് അവനെ വലിക്കുന്നത്. അള്ളാഹു മുകളിലാണ് എന്ന കാര്യം അവനറിയാം. അള്ളാഹു മുകളിലാണ് എന്ന് നിഷേധിക്കുന്ന ഒരു അശ്അരിയായ ഒരാൾ ഒരിക്കൽ ഇബ്നു തൈമിയ്യയുടെ അടുത്ത് വന്നു സഹായം ചോദിച്ചുകൊണ്ട്. ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞു, ഞാൻ അയാൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു സഹായത്തിനായിട്ട് അയാൾ വന്നു. തൈമിയ്യ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കുറച്ച് നേരം ശ്രദ്ധിച്ചില്ല, അവഗണിച്ചു. അപ്പോൾ ഒരു സഹായം മറ്റൊരാളോട് ചോദിക്കേണ്ടി വരുന്ന പ്രയാസം അറിയാലോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാൾ ക്ഷമ കെട്ടിട്ട് അയാൾ പറഞ്ഞു, അല്ലാഹുവേ എന്തൊരു പ്രയാസം, ഇയാൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കും. തൈമിയ്യ പറഞ്ഞു, നിങ്ങൾ എന്തേ മേലേക്ക് നോക്കി, എന്തിനാ മേലേക്ക് നോക്കിയ? അള്ളാഹു എല്ലായിടത്തുണ്ടെങ്കിലും ഇങ്ങനെയല്ലേ ദുആ ചെയ്യണ്ടേ? എന്തുകൊണ്ട് മനുഷ്യർ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? ഷാരികളിൽപ്പെട്ട വലിയ നേതാവായിരുന്ന ജുവൈനിയുടെ ശിഷ്യനായിരുന്ന ഹമദാനി പറയുന്നു, ഒരിക്കൽ ജുവൈനി അള്ളാഹു മുകളിലല്ല, ഷാരികളുടെ ചിലരുടെ വിശ്വാസപ്രകാരം ലാ യമീൻ വലാ ഷിമാൽ വലാ ഫൗഖ് വലാ തഹ്ത്, താഴത്തുള്ള മുകളിലുള്ള വലത്തുള്ള അടുത്തുള്ള എവിടെയില്ല. എവിടെയാണെന്ന് വെച്ചാൽ എവിടെയില്ല. അതാണ് വിശ്വാസം. ഇത് സ്ഥാപിച്ചുകൊണ്ട് കുറേ ബുദ്ധിപരമായ ന്യായങ്ങൾ പറഞ്ഞു. അവസാനം ഹമദാനി അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ശരിയാണ്, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു മുകളിലാണ് എന്ന തേട്ടമുണ്ടല്ലോ, ഇത് എനിക്ക് നിരാകരിക്കാൻ പറ്റുന്നില്ല, ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിന് പറഞ്ഞു, ഹയ്യറനിൽ ഹമദാനി നമ്മളെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. ഇത്രയും ബുദ്ധിപരമായ തെളിവൊക്കെ പറഞ്ഞു, പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കും? അള്ളാഹു മുകളിലാണ് എന്ന് മനുഷ്യൻ്റെ തേട്ടമാണ്. മനുഷ്യൻ്റെ തേട്ടം നിഷേധിക്കാൻ പറ്റാത്ത തേട്ടമാണ്. ഈ ഫിത്രത്ത് ഹൃദയത്തിലുണ്ട് എന്നത് അള്ളാഹു ഖുർആനിൽ അറിയിച്ചു. വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅാനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമൻ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅൻ ലം യദ്ഉനാ ഇലാ ദുർറിൻ മസ്സഹ്. മനുഷ്യൻ അവന് പ്രയാസം ബാധിച്ചാൽ കടന്നു ഇരുന്നു നിന്നുമൊക്കെ നമ്മോട് ദുആ ചെയ്യും. നാം അവൻ്റെ പ്രയാസം അങ്ങ് നീക്കിക്കൊടുത്താൽ നമ്മോട് ദുആ ചെയ്തിട്ട് പോലുമില്ല എന്ന രൂപത്തിൽ അവൻ നടന്നു കളയും. എന്തൊരു നിഷേധമുണ്ട്! ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ തേട്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നത്. അതുകൊണ്ട് നബിമാർ നോക്കൂ, നിങ്ങൾ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ. ഖുർആനിൽ എവിടെയെങ്കിലും നിരീശ്വരവാദികൾക്ക് മറുപടി അധികമായിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ സൂചനകളല്ലാതെ. കാരണം അവരെല്ലാം അവരുടെ ദഅവത്ത് ആരംഭിച്ചത് അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം, അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും അവർ കെട്ടിമറിയേണ്ടി വന്നില്ല. കാരണം ചരിത്രത്തിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ അങ്ങേറ്റം വിരളമാണ്. എണ്ണി പറയാവുന്ന ഒരുത്തൻ അവിടെ ഉണ്ട്, രണ്ടാമതൊരുത്തൻ ഇപ്പുറത്തുണ്ട്, മൂന്നാമതൊരുത്തൻ അവിടെ ഉണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ തന്നെ ഇത് പറയാൻ പറ്റുന്നുള്ളൂ. നിരീശ്വരവാദികൾ ചരിത്രത്തിൽ നിലനിന്നിട്ടില്ല. ഈ കാലഘട്ടത്തിലാണ് ഇതിന് ഇങ്ങനെ വ്യാപനമുണ്ടായത്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന ഈ വിശ്വാസം മനുഷ്യർക്കുണ്ടായിരുന്നു. നബിമാർ ചോദിച്ചു, ഖാലത്ത് റസൂലുഹും അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. നബിമാർ അവരുടെ ജനങ്ങളോട് ചോദിച്ചു, അഫില്ലാഹി ശക്കുൻ, അള്ളാഹുലാണ് നിങ്ങൾക്ക് സംശയമുള്ളത്? ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചവൻ, അവനിലാണോ സംശയം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറഞ്ഞു, ലഖദ് അലിംത മാ അൻസല ഹൗലായി ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദി ബസായിർ. ഫിർഔൻ, ലഖദ് അലിംത, നിനക്ക് നന്നായിട്ടറിയാം, മാ അൻസല ഹൗലാ, എൻ്റെ ഈ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയത് ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം.
അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഫിർഔനിനെ കുറിച്ച് ഏറ്റവും വലിയ നിഷേധി അവനായിരുന്നു. അവനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ളുൽമൻ വഉലുവ. അവരത് നിഷേധിക്കുകയാണ് ചെയ്തത്, അറിഞ്ഞിട്ട് നിഷേധിക്കുകയാണ് ചെയ്തത്. അവരൊരിക്കലും ഹൃദയത്തിനുള്ളിൽ അത് വിശ്വസിച്ചിരുന്നില്ല. അവർക്കറിയാമായിരുന്നു അള്ളാഹു ഉണ്ട് എന്ന്. അവർക്കറിയാമായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന്. അപ്പോൾ ഇത് അള്ളാഹു വിശുദ്ധ ഖുർആൻ അറിയിച്ച കാര്യമാണ്. ഈ ഫിത്രത്തിലുള്ള ഈ ബോധ്യം മനുഷ്യർക്കുണ്ട് എന്നത് അത് തിരിച്ചറിയണോ നിങ്ങൾക്ക്? ഈ ഫിത്രത്ത് മനുഷ്യനുണ്ട് എന്നത് ഒരു പരിധിവരെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അത് മനസ്സിലാകണമെങ്കിൽ നിരീശ്വരവാദികളും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധം എടുത്തു നോക്കിയാൽ മതി. ഏതൊരു നിരീശ്വരവാദിയാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഒരു ധാർമ്മികത എന്ന് പറയുന്നത് അവൻ്റേതായ ഒരു ധാർമ്മികതയെങ്കിലും ഉണ്ടാവും. ഉദാഹരണത്തിന് കളവ് പറയാൻ പാടില്ല, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് കളവ് പറയാതിരിക്കണം? എന്തുകൊണ്ടാണ് കളവ് ശരിയാകാതിരിക്കുന്നത്? അവൻ്റെ വാദപ്രകാരമാണെങ്കിൽ കളവ് പറയലാണ് നല്ലത്. കാരണം എന്താ, ദുനിയാവിൽ പലതും കിട്ടണമെങ്കിൽ കളവ് പറച്ചില്ല നല്ലത്. പക്ഷേ അവന് പോലും അറിയാം കളവ് പറയരുത്. ഏതെങ്കിലും നിരീശ്വരവാദി കളവാണ് പറയേണ്ടത്, നല്ല പരിപാടിയാണ്, കാരണം കളവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവിലെല്ലാം കിട്ടും, കളവ് പറഞ്ഞു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. കളവ് മോശമാണെന്നവന് അറിയാം. എന്തുകൊണ്ടറിയാം? എന്താ കാരണം? ഒരു ജോലിക്ക് പോയി ഒരു കളവ് പറഞ്ഞാൽ എളുപ്പത്തിൽ ജോലി കിട്ടും. പക്ഷെ എന്നാൽ പോലും കളവ് പറയരുത്, സത്യമാണ് സത്യമാണ് നല്ലത്, കളവ് ശരിയല്ല. എങ്ങനെ മനസ്സിലായി? പർദ്ദ ഇടുന്ന സ്ത്രീകളെ നോക്കി നിരീശ്വരവാദികൾ പറയും പുരോഗമനമില്ല, പഴഞ്ചനാണ്. ശരി, അവനെന്താ എങ്ങനെ നടക്കുന്നത്? ഒന്നുമില്ലാതാണ് നടക്കുന്നത്? അല്ല, ഒരു വസ്ത്രമുണ്ട്. എന്തുകൊണ്ട് ആ വസ്ത്രമാകണം? എന്തുകൊണ്ട് അതും കൂടി ഊരിക്കൂടാ? എന്തുകൊണ്ട് ഊരിക്കൂടാ? അവൻ പറയുക അല്ല, ഇത്രയൊക്കെ ധരിച്ചാൽ മതി. ശരി, അത്ര കൂടി ധരിക്കണമെന്നതിന് എന്താ തെളിവ്? അതുകൂടി അങ്ങ് ഊരിക്കൂടെ? എന്തുകൊണ്ട് ഊരിക്കൂടെ? അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയാൻ പ്രയാസകരമായ ഒരു ചോദ്യം എന്തിന് ജീവിക്കണമെന്നതാണ്. നമ്മൾ നിരീശ്വരവാദിയിൽ ചില ആൾക്കാർ അവസാനം പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യമില്ല, ആത്മഹത്യ വരെ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ. ഒരു നാട്ടിൽ ഒരുത്തനുണ്ട്, ആത്മഹത്യ ചെയ്യാൻ വരെ സ്വാതന്ത്ര്യമില്ല. കാരണം എന്തിനു ജീവിക്കണം? ഇപ്പം നിരീശ്വരവാദികൾ ഇത് പ്രചരിപ്പിച്ച് നടക്കുന്നു, നിരീശ്വരവാദം പ്രചരിപ്പിച്ച് ഇതിലേക്ക് ആൾക്കാരെ കൂട്ടുന്നു. എന്തിനു കൂട്ടണം? ആൾക്കാരെന്തിനു വിശ്വസിക്കട്ടെ? എന്തു വിശ്വസിച്ചാൽ എന്താണ്? എന്തായാലും മരിച്ചാൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ്. എങ്കിൽ എൻ്റെ വാദപ്രകാരം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു നീ കഷ്ടപ്പെടണം? നിനക്ക് തോന്നിയ പോലെ ജീവിച്ചൂടെ? വെറുതെ ഈ സമയം കളയുന്നത് എന്തിനാ? പ്രസംഗിക്കണം, കുറച്ച് നേരം സൗണ്ട് എടുക്കണം. എന്തിന്? ശരീരത്തിലൊരു ചെറിയ വേദന വന്നു എന്ന് വിചാരിക്കും, എന്തിനത് സഹിക്കണം? ജീവൻ അങ്ങ് തീർത്താൽ ആ വേദന കൂടി കഴിയൂലേ? ഇതിന് വെറുതെ കഷ്ടപ്പെടണം. ഇനി ഇവരെ ആത്മഹത്യ ഞാൻ പ്രേരിപ്പിച്ചു എന്നിട്ട് പ്രശ്നമാണ്. നിരീശ്വരവാദത്തിൽ ഒരാൾ വിശ്വസിച്ചാൽ ജീവിക്കുന്നതിനേക്കാൾ അവന് നല്ലത് ആത്മഹത്യ, അവൻ്റെ വാദപ്രകാരം. കാരണം ജീവിതം കൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എന്തെങ്കിലും സുഖമുണ്ടെങ്കിൽ ആ സുഖത്തിനോടൊപ്പം പ്രയാസമുണ്ട്. ദുനിയാവിൽ ഒരു സുഖവും പ്രയാസമില്ലാത്തതായിട്ടില്ല, എല്ലാ സുഖവും അങ്ങനെ. തൈമിയ പറഞ്ഞു, എന്തൊരു സുഖമുണ്ടോ, ഖദറില്ലാത്ത കലർപ്പില്ലാത്ത സുഖം ദുനിയാവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളിലില്ല. പൈസ ഉണ്ടാക്കണോ പറയണോ ഞാൻ? എത്ര കഷ്ടപ്പാടുണ്ട്, എത്ര വേർക്കണം ഒന്ന് പണക്കാരനാവണമെങ്കിൽ, പൈസക്കാരനാവണമെങ്കിൽ. കട്ടിട്ടാണെങ്കിൽ പോലും വിറക്കണ്ടേ? ഒരാൾ ഇനി കക്കാന്ന് വിചാരിക്കും, എന്നാൽ പോലും അയാൾ പണിയെടുക്കണ്ടേ? ബുദ്ധിമുട്ടണ്ടേ? എന്തൊരു കാര്യവും ഒരു സുഖം നേടണോ പണിയെടുക്കണം. നോക്കൂ, ഒരു കുട്ടി ജനിച്ചാൽ നടക്കണമെങ്കിൽ വീഴണം. വീഴുന്ന സമയത്ത് ചിലപ്പോൾ വീണാൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തട്ടി അടിച്ച് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കാലാകാലം കിടപ്പിലാകും. നിരീശ്വരവാദിയുടെ ലോജിക്ക് പ്രകാരം ഏറ്റവും നല്ലത് തീർക്കുന്നതാണ്. എന്തിനു വെറുതെ ചാൻസിന് എടുക്കുന്നത്? അവൻ്റെ ലോജിക്ക് പ്രകാരം ഞാൻ ഒരിക്കലും. കാരണം പ്രയാസമുണ്ടായതിന് ശേഷം അത് സഹിക്കുന്നതിൽ പ്രത്യേകിച്ചൊരു അർത്ഥവുമില്ലെങ്കിൽ പിന്നെ എന്തിനു വെറുതെ ചാൻസിന് നിൽക്കണം? കാരണം രണ്ടൊന്നല്ലേ. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾ ആത്മഹത്യ ഏറ്റവും അധികം കൂടിയത്. സുബ്ഹാനല്ലാഹ്, ഈ
ഹിസ്റ്ററി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങൾ ചിലതിൽ കാണാം. ഓരോ വിഭാഗത്തെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട എങ്ങനെ, ഈ കൗമിനെ ഇതിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കും എന്നത് ഇവർക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളൊന്നാണ്. കാര്യം എന്തവരോട് പറയാം? എന്നാലൊട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യാത്ത എന്താണ്? നിങ്ങളെ വാദപ്രകാരം ആത്മഹത്യയിലാണ് നല്ലത്. എന്തിനാണ് നിങ്ങളിങ്ങനെ പ്രയാസപ്പെടുന്നത്? അപ്പോൾ നിരീശ്വരവാദം എന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫിത്രത്ത് എന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. അതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കാൻ കഴിയാതെ അവൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ച തെളിവാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, എല്ലാ തെളിവും തെളിവായതുപോലെ ഈ ഫിത്രത്തുള്ളതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അഖ്ൽ ഇതൊക്കെ തെളിവായത് ഈ ഫിത്രത്ത് അള്ളാഹ് നിശ്ചയിച്ചത് കൊണ്ടാണ്. കാരണം ഇല്ലെങ്കിൽ ഇതൊന്നും തെളിവ് പോലും ആവില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ അവനറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. പിന്നെ എന്തിനാണ് നിഷേധിക്കുന്നതെന്ന് വെച്ചാൽ തോന്നിവാസത്തിൽ ജീവിക്കണം. അപ്പോൾ ഈ ചിന്ത ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുകാൻ സാധിക്കുകയില്ല. അതിനു വേണ്ടിയാണ് ധാരാളം പേർ ഇത് നിഷേധിക്കുന്നത്. അവസാനത്തെ തെളിവ് ദലീലു ശറഅ, ഇൻഷാ അല്ലാഹ് അത് കൂടി പറഞ്ഞു നിർത്താം. ദലീലു ശറഅ അള്ളാഹുവിൻ്റെ ദീൻ തെളിവാണ്. എങ്ങനെ തെളിവാണ്? എങ്ങനെയാണ് തെളിവാകാത്തത്? എല്ലാ നിലക്കും തെളിവാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരാൾ ഒരു മരുഭൂമിയുടെ നടുക്ക് വരുന്നു. ഒരു വരി വായിച്ചിട്ടില്ല, ഒരു വരി ഇതുവരെ എഴുതിയിട്ടില്ല. 40ാമത്തെ വയസ്സിൽ എനിക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം ലഭിച്ചു എന്ന് പറയുന്നു. ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കുന്നു, പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നു, ജീവിച്ച നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നു, മദീനയിൽ അഭയാർത്ഥിയായി ജീവിക്കുന്നു. 23 വർഷം കൊണ്ട് ചരിത്രം മാറ്റിമറിച്ചൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. കഴിഞ്ഞോ? ഇല്ല. അവിടുന്ന് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ മാറ്റിമറിക്കുന്നൊരു സമൂഹം അതിൽ നിന്ന് ഉടലെടുക്കുന്നു. എഴുതാൻ വായിക്കാൻ അറിയാത്തവരാണ്. ഇതെങ്ങനെയാണ് ഒരു അത്ഭുതമാകാതിരിക്കുന്നത്? ലോകത്ത് ഇതിനേക്കാൾ ലോകത്ത് വായിക്കാനും എഴുതാനും വിവരമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവർ പലതും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇസ്ലാമെന്ന് കട അടുത്തുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ദീനേ ഇലാഹി എന്ന് മറ്റൊരു സാധനം ഉണ്ടാക്കി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരുത്തൻ പറയുന്നത് ഞാൻ ദീനേ ഇലാഹി ഒക്കെ പാലിച്ച്, രാജാവ് ഉണ്ടാക്കിയതാണത്. രാജാവ് ഉണ്ടാക്കിയതാണ്. അതൊരു മനുഷ്യൻ സ്വീകരിക്കില്ല. അതങ്ങനെ പോയി. ഇങ്ങനെ മാർക്സും ഏഞ്ചൽസും ഒരു സാധനം കൊണ്ടുവന്നു. ഒരു കാലഘട്ടത്തിലെ മനുഷ്യരെയൊക്കെ ഇങ്ങനെ ഇതാ അടുത്ത ഘട്ടം വന്നിരിക്കുന്നു എന്ന് ചിന്തിപ്പിച്ചൊരു സാധനം വന്നു. അതിൻ്റെ അവസ്ഥ എന്താണിപ്പോൾ? അവരെഴുതിയ സാധനം ഒരു മനുഷ്യന് വായിച്ചു നോക്കുന്നില്ല. അവരാൾക്കാരെന്നെ വായിക്കുന്നുണ്ടോ സംശയം. ഇത്ര വലിയത് എഴുതി, അത് ഉണ്ടാക്കിയതോ അവസാനം അതുകൊണ്ട് ഉണ്ടായതോ കോടിക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് കോടിക്കണക്കിന് അവരെന്നെ പറയുന്നു പ്രായോഗികമല്ല. അവരെന്നെ പറയുന്നു അത് ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ വായനയും എഴുത്തും അറിയുന്നവർ പലതും ഉണ്ടാക്കി വെച്ച് നോക്കി. അതൊക്കെ പരാജയപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടുന്ന് അള്ളാഹു എത്തിച്ചു നൽകിയത്, അള്ളാഹു അവിടത്തേക്ക് അറിയിച്ചു നൽകിയത് അവിടുന്ന് എത്തിച്ചു കൊടുത്തു. അത് തെളിവാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വല അമ്രുക, നബിയെ താങ്കളുടെ ജീവിതം തന്നെയാണ് സത്യം. വല അമ്രുക, അള്ളാഹു റസൂലിൻ്റെ ജീവിതം അത്ര അത്ഭുതമുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല. 1. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കിതാബ് എത്തിച്ചു കൊടുക്കുന്നു. അതിനുള്ള തെളിവാണ് ഇത് അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിതാബ്. എല്ലുകളിലും തോലുകളിലും മാത്രം എഴുതപ്പെടുന്നൊരു കാലഘട്ടത്തിൽ ഒരു കിതാബ് ക്രോഡീകരിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു 2 ചട്ടക്കുള്ളിൽ ഒരു കിതാബായി മാറുന്നു. ഈ കിതാബ് ആദ്യം മനുഷ്യർ കേൾക്കുന്ന ആരത്നാണ്, എഴുത്തുവായന ആരത്താലത്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിൽ കാണാം. അവിടുത്തെ പേര്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല മുഹമ്മദ് ബിൻ റസൂലില്ല എന്ന് എഴുതിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബിനോട് ഇത് വെട്ടാൻ പറഞ്ഞു. മുശ്രിക്കുകൾ പറഞ്ഞത് വെട്ടാൻ പറഞ്ഞപ്പോൾ അലി ബിൻ അബി താലിബ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങയുടെ പേര് ഞാൻ ഒരിക്കലും വെട്ടുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എനിക്ക് ആ സ്ഥലം കാണിച്ചത് ഞാൻ അവിടെ വെട്ടിക്കൊണ്ട്. സ്വന്തം അവിടുത്തെ റസൂലുള്ള എന്ന് എഴുതിയത് അത് എവിടെയാണെന്ന് അവിടത്തേക്ക് അറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മിയത്ത്, അവിടുത്തെ നിരക്ഷരത, അവിടുത്തെ നബിയാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അത് ഫദ്ലാണ്, ശ്രേഷ്ഠതയാണ്, മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള പോലെയല്ല. കാരണം ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല, ഇതുവരെ ഒരു കാര്യം എഴുതിയിട്ടില്ല, ഇതുവരെ ഒരു കാര്യം വായിച്ചിട്ടില്ല. 40 വയസ്സിന് മുൻപ് ഒരിക്കൽ പോലും ഇതിന് സമാനം ഒരു വാക്കും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ കിതാബാകട്ടെ, എന്താണ് ഈ കിതാബിനെ കുറിച്ച് പറയാനുള്ളത്? എത്ര പറഞ്ഞാൽ തീരാ. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. 600 പേജുകൾ ഉള്ള ഒരു കിതാബ്, ഇന്നത്തെ കാലത്തെ മുസ്ഹഫിൽ ഏതാണ്ട് 600 പേജുണ്ട്. ഓരോരുത്തർ എഴുതുന്നതിനനുസരിച്ച് അതിൻ്റെ വലുപ്പം 6000-ലധികം വചനങ്ങൾ. ഒരാൾ നിർത്താതെ പാരായണം ചെയ്യുകയാണെങ്കിൽ, ഒരു ഏതാണ്ട് മധ്യമ വേഗത്തിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു പകുതി ദിവസം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതൽ ഓതാനുള്ള ഗ്രന്ഥം. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന എത്ര പേർക്ക് മനഃപ്പാടമുണ്ട്? 1-2 ആൾക്കാർ മനഃപ്പാടമാക്കിയാൽ തന്നെ അതൊരു അത്ഭുതമാണ്, ഒരു ഗ്രന്ഥം. പക്ഷെ ഇത് എത്ര ആൾക്കാർക്ക് മനഃപ്പാടമുണ്ട്? ശരി, ഈ മനഃപ്പാടമാക്കിയ ആളുകളൊക്കെ ഏത് തരക്കാരാണ്? എല്ലാവരും അറബികളാണോ? ഭാഷ പോലും അറിയാത്ത ആൾക്കാരാണ് മനഃപ്പാടാക്കുന്നത്. ഇതെൻ്റെ ഭാഷയിൽ പെട്ടതല്ല, അതിൽ പറയുന്നത് എന്താണ് അതുപോലും ചിലർക്ക് അറിയില്ല. എത്ര വയസ്സുള്ളവരാണ് മനഃപ്പാടാക്കുന്നത്? എല്ലാവരും ഒരു 19 വയസ്സൊക്കെ എത്തുമ്പോൾ കഷ്ടപ്പെട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടാണോ? 5 വയസ്സുള്ളവർ മനഃപ്പാടാക്കുന്നുണ്ട്, 4 വയസ്സുള്ളവർ മനഃപ്പാടാക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ, അവർ ചിലർ വായിക്കാൻ പോലും പഠിക്കാതെ മനഃപ്പാടാക്കുന്നത് കേട്ടിട്ട്. ചെറിയ കുട്ടികൾ, നിങ്ങളെ ചിലപ്പോൾ മക്കൾ 3 വയസ്സുള്ള കുട്ടികൾ, 2.5 വയസ്സുള്ള കുട്ടികൾ ചിലപ്പോൾ 2-3 പേജ് മനഃപ്പാടാക്കിയവരുണ്ടാവും. കുട്ടികൾ മനഃപ്പാടാക്കുന്നു. ഇത് കൊണ്ടുവന്നത് ആരാണ്? അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിരക്ഷരനാണ്, ഉമ്മിയാണ്. അന്നബിയുൽ ഉമ്മി, നിരക്ഷരനായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയധികം ആളുകൾ ഇതെങ്ങനെ സാധിക്കുന്നു? ഇത് ബുദ്ധിമാന്മാർ മാത്രമാണ് ഇത് മനഃപ്പാടാക്കുന്നത്? അല്ല, ശാസ്ത്രജ്ഞന്മാർ മനഃപ്പാടമാക്കിയിട്ടുണ്ട്, കർഷകന്മാർ മനഃപ്പാടമാക്കിയിട്ടുണ്ട്, ദരിദ്രരും ധനികരും മനഃപ്പാടമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇത് ഒരു ഭാഗം മാത്രമാണ്, ഇതല്ലാതെയും വേറുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഖുർആൻ എത്ര തവണ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എത്ര ആളുകൾ അത് ഓതുന്നുണ്ട്. എല്ലാവരും ഓതുന്നത് ഏതൊക്കെ തരത്തിലാണ്? എത്ര തവണ ചിലപ്പോൾ നമ്മൾ സൂറത്ത് കേട്ടിട്ടുണ്ടാവും, പല തവണ നമ്മൾ ഒരാളത്തും കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഭംഗി പോയോ? ഇല്ല. വേറൊരു ഈണത്തിൽ അത് ഓതിയാൽ അത് വീണ്ടും വേറെ ഭംഗിയാണ്. ആൾക്കാർ ഏറ്റവും കഴിവുള്ള ഒരാൾ ഒരു കവിത എഴുതിയായിരിക്കാം, അത് അതിൻ്റെ പ്രാസമോ മറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഒരാൾ പാടിയാൽ, ഒച്ച മാറിയാൽ അല്ലേ, ആ പാട്ട് പാടിയ ആളുടെ അതേ ഒച്ച വേണം, അല്ലെങ്കിൽ സമാനമായ ഒച്ച വേണം. അതിൻ്റെ ഈണവും താളവും നീട്ടലും ഒക്കെ കറക്റ്റായിരിക്കണം. ഖുർആൻ പല രൂപത്തിലും ഓതാ. ഹദറിൻ്റെ ഓത്തുണ്ട്, ഇങ്ങനെ ഒറ്റയടിക്ക് പെട്ടെന്ന് ഓതിപ്പോവുക. തർത്തീലുണ്ട്, തഹസീൻ്റെ രീതിയുണ്ട്, പല രീതികളിലും ഓതാ. ഈ പല രീതികളും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ അതിനു മാത്രമുണ്ട്. ഇത് ഒരു സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ അതിൻ്റെ ആശയമാകട്ടെ, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാകട്ടെ, വീണ്ടും പറയാനുണ്ട്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ദീൻ, അള്ളാഹു ഏൽപ്പിച്ച ഈ ദീൻ നോക്കൂ നിങ്ങൾ. നിരക്ഷരനായിരുന്നു, ഞാൻ വീണ്ടും പറയുന്നു, നിരക്ഷരനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവിടുന്ന് സംസാരിച്ച വിഷയങ്ങൾ നോക്കൂ നിങ്ങൾ. ആളുകൾ ചിലപ്പോൾ ഒരു കമ്പനിയിൽ, നിങ്ങളുടെ ഒരു കമ്പനിയിൽ ഈ ജോലി എടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കമ്പനിയിൽ പാലിക്കേണ്ട കോഡുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടിയിരുന്ന് ആലോചിച്ച് ഒരു സാധനം ഉണ്ടാക്കും. എത്ര ദിവസം അതോടും? കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞാൽ ഇത് ശരിയായില്ല, അത് ശരിയായില്ല, തിരുത്തും. രാജ്യങ്ങളുടെ തലപ്പത്തുള്ള തലവന്മാർ
മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ ജനങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ച് ഒരു നയമുണ്ടാക്കും. എന്നിട്ടോ കുറച്ച് കഴിഞ്ഞാൽ മാറ്റും, പിന്നെയും മാറ്റും. അള്ളാഹു 1400 കൊല്ലങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ച കിതാബ് റസൂലുള്ളാഹി സുന്നത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംസാരിച്ച വിഷയങ്ങൾ എത്രയാണ്? ഇബാദത്തുകൾ, നിസ്കാരം, സക്കാത്ത്. നിങ്ങൾ ഓരോന്നൊന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങൾക്കറിയുന്നത് മാത്രം ചിന്തിച്ച് നോക്കി. എത്ര കാര്യങ്ങളാണ് പഠിപ്പിച്ചു പോയത് ഈ 23 വർഷങ്ങൾ കൊണ്ട്. ഇബാദത്തുകൾ, മുആമലത്തുകൾ, പെരുമാറ്റ ഇടപാടുകൾ, കച്ചവടം, വിവാഹം, സ്വഭാവം, വിശ്വാസം, എത്ര ഈ രാജ്യങ്ങൾ തമ്മിലുള്ളത്, യുദ്ധത്തിൽ എന്ത് ചെയ്യണം, സമാധാനത്തിൽ എന്ത് ചെയ്യണം, അടിമ എങ്ങനെ, ഉടമസ്ഥൻ എങ്ങനെ, സമ്പന്നൻ എങ്ങനെ, ദരിദ്രൻ എങ്ങനെ, മനസ്സിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം. എന്താണ് അവിടുന്ന് സംസാരിക്കാത്ത വിഷയമുള്ളത്? ഇത് ഇസ്ലാം ശരിയാണ് എന്നതിനുള്ള തെളിവാണ് എന്നതിനോടൊപ്പം അള്ളാഹു അവതരിപ്പിച്ചാണെന്ന് ഏറ്റവും വലിയ തെളിവാണ് ഇസ്ലാം. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞേക്കാണ്, വെറും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന ഒരൊറ്റ കാര്യം മാത്രം ഒരാൾ ചിന്തിച്ചിരുന്നെങ്കിൽ അവന് മനസ്സിലാവുമായിരുന്നു ഇതൊരിക്കലും മനുഷ്യനുണ്ടാക്കിയതല്ല എന്ന്. സഹോദരങ്ങളെ, ഇതാണ് 4 തെളിവുകൾ. അവസാനമായി പറയാനുള്ളത് ഞാൻ അധികരിപ്പിക്കുന്നില്ല. ഈ വസ്വാസ് ബാധിക്കുന്നത് ഈ കാലത്ത് കുട്ടികളെ വല്ലാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്തു ചെയ്യണം? ഒന്നാമത് നീ തിരിച്ചറിയേണ്ടത്, ഇങ്ങനത്തെ ഒരു വസ്വാസ് നിനക്ക് ബാധിച്ചാൽ ഒന്നാമത് തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ഇവിടുന്ന് കേൾക്കുന്ന അവസാനിപ്പിക്കുക. വിശ്വസ്തമായ സ്രോതസ്സുകളുടെ ദീന് കേൾക്കുക. നിനക്ക് ഇങ്ങനത്തെ എന്തൊരു വസ്വാസ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ കാര്യം നീ മനസ്സിലാക്കുക, ശൈത്താൻ നിന്നെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ദുആ ചെയ്തിരുന്നതിൻ്റെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹുവെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. ഇങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായാൽ, എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ ഉടനെ ദുആ ചെയ്യുക, അള്ളാഹുവിൻ്റെ രക്ഷ ചോദിക്കുക. ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദീനിൽ എന്തൊരു അടിസ്ഥാനങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അള്ളാഹു ഉണ്ടോ, അങ്ങനെ പരലോകമുണ്ടോ, ഇങ്ങനത്തെ എന്ത് വിഷയങ്ങളിലാകട്ടെ, സംശയമുണ്ടായാൽ ആമൻതു ബില്ലാഹി വറസൂലിഹി എന്ന് പറയുക. അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശങ്ങളിൽ പെട്ടതാണ്. അവിടുന്ന് പറഞ്ഞു, ലാ യസാലു الناس يتساءلون حتى يقال هذا خلقه الله فمن خلق الله. ജനങ്ങൾ ഇങ്ങനെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കും. അവസാനം ചോദിച്ച് ഇതല്ല പഠിച്ചത്, അള്ളാഹുവിനെ ആരാണ് പഠിച്ചത് എന്ന് ചിലർ ചോദിക്കും. ഫമൻ വജദ മിൻ ദാലിക ഷൈഅൻ, അവന് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചോദ്യം വന്നെത്തിയാൽ, അതിൽ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫൽയഖുൽ ആമൻതു ബില്ലാഹി വറസൂലിഹി, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവൻ്റെ റസൂലുകളിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവൻ പറയട്ടെ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞു, മറ്റു ചില ഹദീസുകൾ കാണാം, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ഖാലു ദാലിക, അങ്ങനെ ജനങ്ങൾ പറയാൻ തുടങ്ങി, ഫഖൂലു, നിങ്ങൾ പറയുക, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ثم ليتفل عن يساره ثلاثا. പിന്നീട് അവൻ്റെ ഇടതുഭാഗത്തേക്ക് 3 തവണ ഉമിനീര് പുറത്തേക്ക് തെറിപ്പിക്കുന്ന രൂപത്തിൽ അവൻ തുപ്പട്ടെ. അങ്ങനെ ഇങ്ങനെ തുപ്പ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിസ്കാരത്തിലും പറഞ്ഞ കാര്യമാണ്. ശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? എടുത്തു ഭാഗത്ത് ഒരിക്കലും തുപ്പ എന്നല്ല അതിനർത്ഥം, മറിച്ച് തുപ്പലം പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ. നിസ്കാരത്തിൽ വിശ്വാസം വന്നാൽ ആൾക്കാരൊന്നും ഒഴിവാക്കില്ല സുന്നത്തിൽപ്പെട്ടത്, അടുത്തേക്ക് തുപ്പാന്നുള്ളത്. 3 തവണ വലയസ്തഈദ് മിന ശൈത്താൻ, എന്നിട്ട് അവൻ പിശാചിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യട്ടെ. ഇപ്പോൾ 3 കാര്യം പറഞ്ഞു. ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞേ? 1, ശൈത്താൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ രക്ഷ ചോദിക്കുക. 2, ആമൻതു ബില്ലാഹി വറസൂലിഹി. 3, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് 3 എടുത്തു. 4-മത്തെ കാര്യം അവിടെ അവസാനിപ്പിക്കുക, ചിന്ത. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, തഫക്കറൂ ഫീ ആലാഇല്ലാഹ് വലാ തഫക്കറൂ ഫില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എന്തുകൊണ്ട്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തിക്കുന്നതാണ്. വലാ തഫക്കറൂ ഫില്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ്റെ രൂപം എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യം അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലാത്ത കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു അത് അറിയിച്ചു തരായിരുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കത് നമ്മുടെ ബുദ്ധിക്കത്
ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. നമ്മൾ ദുർബലനാണ്. മനുഷ്യരുടെ സൃഷ്ടിപ്പ് വളരെ ദുർബലമാണ്. മനുഷ്യൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ച് ചിന്തിക്കുക എന്നതുവരെ ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യന് സാധിക്കുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ വലുപ്പം നോക്കൂ, ഇതെല്ലാം കൂടി അതിൻ്റെ ആ വ്യാപ്തിയെ മനസ്സിൽ ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിക്കില്ല. അത്രയും വലുപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന പോലെ അർഷിൻ്റെ താഴെ അർഷ് വഹിക്കുന്ന മലക്കുകളൊരു മലക്കുണ്ട്. ആ മലക്കിൻ്റെ പിരടി അർഷിൻ്റെ താഴെയാണ്. അതിൻ്റെ കാലുകൾ ഭൂമിയിലാണ്. എന്തായിരിക്കും മലക്കിൻ്റെ വലുപ്പം? മനുഷ്യൻ്റെ ഒരു അള്ളാഹിൻ്റെ പടപ്പിൻ്റെ വലുപ്പമാണത്. സ്വർഗം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വല ഖതറ അലാ ഖൽബി ബശർ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ അതൊന്നും മിന്നി മറിഞ്ഞിട്ട് പോലുമില്ല. കാരണം മനുഷ്യൻ ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രദ്ധിക്കുക. എന്നിട്ടൊരു പ്രശ്നം നിനക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അറിവുള്ള ആൾക്കാർ ചോദിക്കുക. അറിവുള്ളവരോട് പോയി ചോദിക്കുക. എല്ലാവരോടും പോയി ചോദിക്കുക. അറിവുള്ളവരോട് പോയി ചോദിക്കുക. പഠിച്ച ആൾക്കാരോട് പോയി ചോദിക്കുക. അറിവില്ലാത്ത ആരോടെങ്കിലും പോയി ചോദിക്കുക. എന്നിട്ട് അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ അടുത്ത് ചില ആളുകൾ ഖുർആനിലൊരായത്ത് തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 ആയത്തുകൾ മുന്നിൽ വെച്ചു. യഥാർത്ഥത്തിൽ ആ ആയത്തിൽ തമ്മിൽ യാതൊരു വൈരുദ്ധ്യമില്ല. അത് കുറച്ച് അറബി അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അറബി ഭാഷ ചില സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആവശ്യമാണ്. അവനതിൻ്റെ പരിഭാഷ വായിച്ചിട്ട് എന്ത് ചെയ്യാം? നേരെ അതിൽ വൈരുദ്ധ്യം കണ്ടെത്താൻ. അതിൽ യാതൊരു വൈരുദ്ധ്യമില്ല. മാത്രമല്ല, ചിന്തിക്കുക, നിന്നെക്കാൾ എത്രയോ ബുദ്ധിയുള്ള ആളുകൾ, നിനക്ക് നല്ല ബുദ്ധിയുള്ള ആളുകൾ മുൻപ് ഈ ഖുർആൻ വിശദീകരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാർ, ഇവരൊക്കെ ഇത് കണ്ട ആൾക്കാരാണ്. അവർക്കൊന്നും കാണാത്തൊരു വൈരുദ്ധ്യമാണ് നീ കാണുന്നതെങ്കിൽ നിനക്കാണ് പ്രശ്നമുള്ളത്. ഇബ്നു തൈമിയ്യ ഒരു സ്ഥലത്ത് പറഞ്ഞതുപോലെ ഫിത്രത്ത് അള്ളാഹുണ്ട് എന്ന് അറിയിക്കുന്നതാണ്. പക്ഷേ ഫിത്രത്തിൽ രോഗം ബാധിച്ചാൽ ചിലപ്പോൾ അത് സത്യം മനസ്സിലാക്കുന്നതിന് തടസ്സമായി നിൽക്കും. ഏതുപോലെ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശരീരത്തിന് രോഗം വന്നാൽ സംഭവിക്കുന്നത് പോലെ. കണ്ണിന് അസുഖം ബാധിച്ചാൽ ചിലപ്പോൾ 2 എണ്ണം ഉണ്ടെന്ന് തോന്നും. എൻ്റെ അടുത്ത് 2 എണ്ണം ഉണ്ടെന്നാണോ? അല്ല, അതിൻ്റെ കണ്ണിന് അസുഖം വന്നതാണ്. നീ കണ്ണിന് ചികിത്സ കൊടുക്കുകയാണ് വേണ്ടത്. അതേപോലെ അല്ലാതെ അവിടെ 2 ആൾക്കാരുണ്ടെന്ന് ഒരാൾ പറയാൻ തുടങ്ങിയാലോ, കണ്ണിന് അസുഖമായിട്ട് 2ആയിട്ട് കാണണം, ഇനി മുതൽ എൻ്റെ കണ്ണിന് പ്രശ്നം പറ്റിയതാണ്, അത് ചികിത്സിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം പറഞ്ഞു, രോഗം ബാധിച്ചാൽ ഒരാൾക്ക് മധുരം കയ്പായി തോന്നുന്നു. മധുരത്തിന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അത് ഇപ്പോഴും മധുരം തന്നെയാണ്. നിൻ്റെ നാവിന് അസുഖം ബാധിച്ചപ്പോൾ അത് കയ്പായി അനുഭവപ്പെടുന്നതാണ്. അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കാം. അതുകൊണ്ട് അവനവൻ സ്വന്തത്തോട് വിനയം കാണിക്കുക, അവനവൻ്റെ അവസ്ഥ തിരിച്ചറിയുക. അത് ഈ പറഞ്ഞതിൽ സഹായിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ദീന് പഠിക്കാനും മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്കിതിൻ്റെ ബാക്കി വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ദീൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അൽഹംദുലില്ലാഹ് ദീൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا. واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك الله.